നമ്മളെ നാട്ടിൽ ഇത്രയും ആൾക്കാരുണ്ടോ ഇതേപോലെ ഒരു സ്കില്ലും ഡെവലപ്പ് ചെയ്യാതെ ഒരു മേഖലയിലും ഒന്ന് കയറി പറ്റാതെ ഉഴപ്പന്മാരാണ് ബാക്ക് ബെഞ്ചേഴ്സ്. കാര്യമായിട്ട് ഒരു കഴിവുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഒരു 25-26 വയസ്സൊന്നായിട്ടും ഒരു ജോലിയൊന്നും കിട്ടാതെ നമുക്ക് സോഫ്റ്റ് സ്കില്ലില്ല, ഒരു മേഖലയിൽ ഒരു സ്കില്ലോ കാര്യമില്ലെങ്കിൽ അത് തികച്ചും ആ ഒരു വ്യക്തിൻ്റെ മാത്രം ഉത്തരവാദിത്തമാണ്. ആ വ്യക്തിക്ക് ഒരിക്കലും അവരുടെ വളർന്നു വരുന്ന ഒരു എൻവിറോൺമെന്റും കാര്യവും കുറ്റപ്പെടുത്തുന്നതിൽ വളരെ പരിമിതികളുണ്ട്. കാരണം എല്ലാവരുടെ കയ്യിലും മൊബൈൽ ഫോൺ ഉണ്ട്. ChatGPT-യിലൊക്കെ പോയാണ്ട് എനിക്കൊരു 30 ഡേ പ്ലാന് ഉണ്ടാക്കി തരുമോ, എനിക്ക് എൻ്റെ സോഫ്റ്റ് സ്കില്ല് ഡെവലപ്പ് ചെയ്യാനാണ്, ഇതൊക്കെയാണ് എൻ്റെ വീക്ക്നെസ്, ഇതൊക്കെയാണ് എൻ്റെ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാല് ChatGPT പുഷ്പം പോലെ ഉണ്ടാക്കി തരും. പക്ഷെ ഇവരെ അതിന് റെഡിയല്ല. എന്നിട്ട് ഇങ്ങനത്തെ ഓരോ സിനിമ ഒക്കെ കാണുമ്പോൾ ഇവര് റിലേറ്റബിൾ ആണ്, ഞാനും ഇതിലൊരു ഭാഗമാണ്, എനിക്കും ഒരു സ്കില്ലും ഇല്ലായിരുന്നു, ഞാൻ എവിടെ എത്തിപ്പെടാതെ ജോലി ഇല്ലാതെ നടക്കാണ്. ഹേ ഗൈസ്, ചിരിക്കാനും ചിന്തിപ്പിക്കാനുമുള്ള 2 ബെസ്റ്റ് ഫ്രണ്ട്സിന്റെ പോഡ്കാസ്റ്റിലോട്ട് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. ഒരുപാട് നല്ല സിനിമകൾ ഇറങ്ങി. ഈ എപ്പിസോഡ് ചിലപ്പോൾ വരുമ്പോഴേക്കും ചിലപ്പോൾ ഭയങ്കര ഔട്ട്ഡേറ്റഡ് ആയിരിക്കും. എന്നാലും ഞാൻ സയാനോട് ചോദിക്കാം, നീ വാഴ എന്നുള്ള സിനിമ കണ്ടോ? ഇല്ല. വൈ? ഞാൻ അധികം സിനിമയൊന്നും കാണാറില്ല. ഓക്കെ, ഞാൻ ഈ അടുത്ത് വാഴ സിനിമ കണ്ടു. അപ്പൊ എനിക്ക് സിനിമ കണ്ടപ്പോൾ എനിക്ക് ശരിക്കും പറയുകയാണെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു സിനിമ. ലൈക്ക് ഓരോ ആക്ടേഴ്സിന്റെ ആക്ടിങ്, പിന്നെ അതില് ഈ കോട്ടയം നസീറൊക്കെ അതിൽ അഭിനയിക്കുന്നുണ്ട് ഒരു ഫാദർ റോളിലൊക്കെ. അപ്പം എല്ലാവരുടെ റോളും അടിപൊളിയാണ്. പിന്നെ ലാസ്റ്റിക്കൊക്കെ ഞാനും എന്റെ കണ്ണെന്നൊക്കെ കുറച്ചിങ്ങനെ വെള്ളമൊക്കെ വന്ന് ഒരു അടിപൊളി സിനിമ. ഇമോഷൻസ് ഒക്കെ ഉണ്ടോ? അല്ല, ഞാൻ സിനിമ കണ്ട് ഞാൻ കുറച്ച് കരയിലൊക്കെ ഉണ്ട്. ഞാൻ ആകെ കരയുന്ന കുറച്ച് സമയങ്ങളാണ്. അപ്പൊ അങ്ങനെയൊക്കെ ഇതായിട്ട് നല്ല രീതിയിൽ ഉണ്ടാക്കി വെച്ച സിനിമ. പക്ഷെ ആ സിനിമ കഴിഞ്ഞപ്പോഴാണ് എനിക്കൊരു തോട്ട് സ്ട്രൈക്ക് ചെയ്തത്, എന്നെ നിരാശപ്പെടുത്തിയൊരു സംഭവം. അതെന്താന്ന് വെച്ചാൽ, ഒന്ന്, ആ സിനിമേന്റെ ടാഗ് ലൈൻ തന്നെ വാഴ ബയോപിക് ഓഫ് എ ബില്യൺ ബോയ്സ് അങ്ങനെ എന്തോന്നാണ്. അതായത് എത്രയോ ആൾക്കാരൊരു ജീവിതകഥയാണ് ഇതിലുള്ളതെന്നുള്ളത്. 2, എന്താന്ന് വെച്ചാല് കുറേ ആൾക്കാർ ഈ സിനിമ ഇറങ്ങി കഴിഞ്ഞ ഒരുപാട് OTT റിലീസ് കഴിഞ്ഞ ഉടനെ ഇതിന്റെ റീൽസൊക്കെ വന്നപ്പോൾ കുറേ ആൾക്കാർ റിലേറ്റബിൾ എന്നൊക്കെ പറഞ്ഞ് കുറേ പേര് സ്റ്റോറി ഇടുന്നൊക്കെ ഞാൻ കണ്ടിരുന്നു. അപ്പൊ ഞാൻ ജയാൻ ഈ സിനിമ കണ്ടിട്ടില്ല. ഇതൊരു സ്പോയിലർ അലേർട്ടാണ്. സോ ഈ സിനിമേന്റെ ഒരു ഉള്ളടക്കം എന്ന് പറഞ്ഞാൽ ഒരു തീം, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ ഒരു കഥ പോകണമെന്ന് വെച്ചാൽ, കുറച്ച് കൂട്ടം പയ്യന്മാർ ഇവർ സ്കൂൾ മുതൽ ഒരുമിച്ചാണ്, ഉഴപ്പന്മാരാണ്, ബാക്ക് ബെഞ്ചേഴ്സ്. കാര്യമായിട്ട് ഒരു കഴിവുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. അതിൻ്റെ ഇടയിലൂടെ ഇവരെ പേരൻസ് 1-2 പേരെ ഫോഴ്സ് ചെയ്ത് എഞ്ചിനീയറിങ്ങിന് അയക്കുന്നു. അങ്ങനെ കുറച്ച് കൂട്ടത്. പിന്നെ ഒരു ചങ്ങായി പറഞ്ഞാൽ അടിപൊളിയായിട്ട് പഠിക്കണ ചങ്ങായി. പക്ഷെ ഈ എല്ലാം ഭയങ്കര പഠിത്തമായതുകൊണ്ട് ഇവൻ എപ്പോഴും ഈ എക്സ്പെക്ടേഷൻസ് കീപ്പ് ചെയ്ത് എക്സോസ്റ്റഡ് ആവുന്നത്. അങ്ങനൊക്കെ ഓരോരോ. പക്ഷെ മെയിൻ ആയിട്ട് ഈ കഥയിൽ ഫോക്കസ് ചെയ്യണ ഇതേമാതിരി ഒരു പണി ഇതൊന്നും ഇല്ല. എന്നിട്ട് ഇവരെ കോളേജ് കൊണ്ടാക്കും. കോളേജിലും ഇവര് ഫുൾ അലമ്പൊന്നും പാസ്സാവണില്ല, എങ്ങനെയൊക്കെ പാസ്സാവുന്നു, സപ്ലി, അങ്ങനെ കുറെ ഇത്. എന്നിട്ട് അത് കഴിഞ്ഞ് ഇവർക്ക് 10-25 വയസ്സായി, 15-27 വയസ്സായിട്ടും ഇവർക്ക് മര്യാദക്ക് ജോലി ഇല്ല, കുടുംബത്തിനൊരു ഭാരം, അങ്ങനെയൊക്കെ ഉള്ള ഒരു സ്റ്റോറിയെ കാണിക്കണം. എന്നിട്ട് അത് അതിങ്ങനെ അവസാനം വരെ ഒരു നല്ലൊരു ഇമോഷണൽ ടച്ച് ഒക്കെ കൊടുത്ത് എന്നുള്ള രീതിയിലാണ്. എന്നിട്ട് കുറേ ആൾക്കാർ അത് ആഘോഷിച്ചു, റിലേറ്റബിൾ ആണെന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ അങ്ങനെ ആലോചിക്കുക, നമ്മളെ നാട്ടിൽ ഇത്രയും ആൾക്കാരുണ്ടോ ഇതേപോലെ ഒരു സ്കില്ലും ഡെവലപ്പ് ചെയ്യാതെ ഒരു മേഖലയിലും ഒന്ന് കയറി പറ്റാതെ, ഒരിക്കലും ചില ആൾക്കാരൊക്കെ പറയും ഞങ്ങൾ ഗവൺമെന്റ് സ്കൂളിലാണ് പഠിച്ചത്, അല്ലെ ഞങ്ങൾ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലല്ല പഠിച്ചത്, അപ്പൊ അതിന്റെ പരിമിതികളുണ്ട്, ഞങ്ങൾ എങ്ങനെ ഈ സ്കില്ല് ഡെവലപ്പ് ചെയ്യാന്നൊക്കെ പറയും. ഇംഗ്ലീഷ് മാത്രമല്ലല്ലോ ഒരു സ്കില്ല്. ഓക്കെ, ഇംഗ്ലീഷ് മാത്രമല്ല ഒരു സ്കില്ല്, അത് ശരിയാണ്. പിന്നെ ഇതുമാണ്, ഞാൻ കുറേ പേരെ കണ്ടിട്ടുണ്ട് ഈ ഗവൺമെന്റ് സ്കൂളിലൊക്കെ പഠിച്ചവർ തന്നെ വേറെ പല സോഫ്റ്റ് സ്കിൽ എന്തെങ്കിലും ക്ലാസ്സിന് പോയിട്ടോ അല്ലെങ്കിൽ ഇതേപോലെ ഓൺലൈനിൽ കണ്ടിട്ടോ മൂവീസ് കണ്ടിട്ടൊക്കെ അവരുടെ സോഫ്റ്റ് സ്കില്ലൊക്കെ ഡെവലപ്പ് ചെയ്യുന്നത്. സോ മൈ ഹോൾ പോയിന്റ് ഈസ്, ഇഫ് ദർ ഈസ് എ വിൽ ദർ ഈസ് എ വേ എന്നുള്ളതിൽ ഞാൻ ഭയങ്കരമായിട്ട് വിശ്വസിക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു 25-26 വയസ്സൊന്നായിട്ടും ഒരു ജോലിയൊന്നും കിട്ടാതെ നമുക്ക് സോഫ്റ്റ് സ്കില്ലിൽ ഒരു മേഖലയിൽ ഒരു സ്കില്ലോ കാര്യമില്ലെങ്കിൽ അത് തികച്ചും ആ ഒരു വ്യക്തിൻ്റെ
മാത്രം ഉത്തരവാദിത്തമാണ്. ആ വ്യക്തിക്ക് ഒരിക്കലും അവരുടെ വളർന്നു വരുന്ന ഒരു എൻവിറോൺമെന്റും കാര്യവും കുറ്റപ്പെടുത്തുന്നതിൽ വളരെ പരിമിതികളുണ്ട്. കാരണം എല്ലാവരുടെ കയ്യിലും മൊബൈൽ ഫോൺ ഉണ്ട്, എല്ലാവരുടെ കയ്യിലും ഇന്റർനെറ്റ് ഉണ്ട്. പണ്ടൊക്കെ പിന്നെയൊക്കെ കുറച്ച് ആൾക്കാരുടെ കയ്യില് ഫോണ് കാര്യം ഇൻഫർമേഷൻ ഇപ്പൊ എല്ലാവർക്കും ആക്സസിബിൾ ആണ്. അതെ. പിന്നെ പറഞ്ഞാല് നമ്മുടെ നാട്ടിൽ EMI കാര്യക്കാരന് എല്ലാവർക്കും ഫോണുണ്ട്, എല്ലാവരും PUBG കളിക്കണവരാണ്, എല്ലാവർക്കും നല്ല ഗെയിമിംഗ് ഇതൊക്കെ ഉള്ള ഫോണൊക്കെ വേണം. പക്ഷെ ഇവർക്ക് ഒരു ChatGPT-ലൊക്കെ പോയാണ്ട് എനിക്കൊരു 30-day പ്ലാന് ഉണ്ടാക്കി തരുമോ, എനിക്ക് എന്റെ സോഫ്റ്റ് സ്കില്ല് ഡെവലപ്പ് ചെയ്യാനാണ്, ഇതൊക്കെയാണ് എന്റെ വീക്ക്നെസ്, ഇതൊക്കെയാണ് എന്റെ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാല് ChatGPT പുഷ്പം പോലെ ഉണ്ടാക്കി തരും. പക്ഷെ ഇവര് അതിന് റെഡി അല്ല. എന്നിട്ട് ഇങ്ങനത്തെ ഓരോ സിനിമ ഒക്കെ കാണുമ്പോ ഇവര് റിലേറ്റബിൾ ആണ്, ഞാൻ ഇതിലൊരു ഭാഗമാണ്, എനിക്കും ഒരു സ്കില്ലും ഇല്ലായിരുന്നു, ഞാൻ എവിടെ എത്തിപ്പെടാതെ ജോലി ഇല്ലാതെ നടക്കാണ്. അപ്പൊ അതിങ്ങനെ കണ്ടപ്പോ ഞാൻ അങ്ങനെ ആലോചിച്ചു, ഇത്രയും ആൾക്കാർ മറ്റേ റീൽസ് ഒക്കെ കാണാറുണ്ട്, ചില റീൽസിലൊക്കെ ഉണ്ടാവല്ലോ, ചില ഇപ്പൊ അടുത്ത് മിസ്റ്റർ ബീസ്റ്റും ലോഗൻ പോളും എന്താ KSIയും ഇന്ത്യയിലേക്ക് വന്നു. അപ്പൊ അതിന്റെ ഉണ്ട് എന്താ മിസ്റ്റർ ബീസ്റ്റ് വരുമ്പോത്തിന് ഇവര് ഒരു ഓട്ടോറിക്ഷയിൽ പോകുമ്പോത്തിന് ഫാൻസ് ഒക്കെ അങ്ങനെ ഇന്ത്യൻ ഫാൻസ് ഒക്കെ അങ്ങനെ ഓടി സർ 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 1 ഫോട്ടോ പ്ലീസ് 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 എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. എന്നിട്ട് ഇവർക്ക് ഇങ്ങനെ എങ്ങോട്ടും അനങ്ങാൻ യാത്രക്കും ക്രൗഡൊക്കെ അതില് കോമൻസിൽ എന്നിട്ട് പറയുന്നുണ്ടായിരുന്നു അൺഎംപ്ലോയ്മെന്റിന്റെ ഒരു അവസ്ഥ ഇതാണ് നമ്മളത്. അൺഎംപ്ലോയ്മെന്റിന്റെ മാത്രമല്ല, നമ്മൾ ഇതിന്റെ മുന്നൊരു എപ്പിസോഡ് പറഞ്ഞിരുന്നു നമ്മൾ ആരുടെയും ഹാർഡ് കോർ ഫാൻ ആവരുതെന്ന്. അപ്പൊ ഞാൻ ആ വീഡിയോ കണ്ടപ്പോ ഞാൻ അങ്ങനെ ലിറ്ററലി ആലോചിക്കുക, നമ്മൾ അതേപോലത്തെ ഒരു മനുഷ്യൻ, ആ മനുഷ്യന്റെ പിന്നാലെ നമ്മളിങ്ങനെ ഓടുക, സാർ സാർ ഒരു സൈൻ തരുമോ, സാർ ഒരു സെൽഫി പ്ലീസ് പ്ലീസ്. എന്നിട്ട് ഇവരിങ്ങനെ നോക്കിയിട്ട് ഓ ഇവരൊക്കെ ഞങ്ങളെ ഫാൻസ്. അതിന്റെ ഇടയിലൂടെ ഇവര് ഫീസ്റ്റബിൾസും പ്രൈമും എന്താ ചോക്ലേറ്റ് ആയ ഫീസ്റ്റബിൾസും ലോഗൻ പോളിന്റെ KSIന്റെ ഡ്രിങ്ക് ആയ പ്രൈമും പ്രൊമോട്ട് ചെയ്യാനാണ് ഇവർ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് എനർജി ഡ്രിങ്ക് ആയ എന്താ ഹൈഡ്രേഷൻ ഡ്രിങ്ക് ആയ പ്രൈം പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവര് ഇന്ത്യയിലേക്ക് വന്നിട്ടുള്ളത്. ജിയോ സ്റ്റോഴ്സിലൊക്കെ അത് കൊണ്ടുവരാണ്, റിലയൻസ് സ്റ്റോറിലോ ജിയോ സ്റ്റോറിലൊക്കെ. അപ്പൊ അതിലുണ്ട്, ഞാൻ കണ്ട വീഡിയോയിൽ എങ്ങനെയാന്ന് വെച്ചാല് ഇവര് ഓട്ടോറിക്ഷയിൽ ഇങ്ങനെ പോവാ, ലോഗൻ പോൾ ഓട്ടോറിക്ഷ ഓട്ടാണ്, ബാക്കില് KSIയും മിസ്റ്റർ ബീസ്റ്റും നിൽക്കുക, ലെഫ്റ്റിക്കും റൈറ്റിക്കും ഒക്കെ ക്യാമറ പാൻ ചെയ്യുമ്പോ ഫുൾ ഇന്ത്യൻസ് പിന്നാലോടാ. മുംബൈയില് ലോഗൻ പോൾ സ്പീഡ് കൂട്ടി ചവിട്ടുന്നുണ്ട്. ആ വീഡിയോയിൽ പറയണ്ട നമുക്ക് സ്പീഡ് കൂട്ടിയൊക്കെ ലെറ്റ്സ് സീ ഇഫ് ദേ വിൽ ക്യാച്ച് അപ്പ്. അതായത് ആ ഒരു മനുഷ്യർക്കൊക്കെ ഇവര് ലിറ്ററലി ഒരു NPC വാല്യൂ കൊടുക്കുന്നത്. അതെ. എന്നിട്ട് ഇവര് സ്പീഡ് കൂട്ടുമ്പോ ആ സ്പീഡിനെ ക്യാച്ച് ചെയ്തുകൊണ്ട് ആൾക്കാർ പിന്നാലെ ഓടുക. അപ്പൊ മിസ്റ്റർ ബീസ്റ്റ് എന്നിട്ട് വല്ല എനിക്ക് മിസ്റ്റർ ബീസ്റ്റ് ഇതല്ല ഉദ്ദേശിച്ചത്, പക്ഷെ ലിറ്ററലി ആ ഒരു സിനാരിയോ അങ്ങനെയാണ്. അതായത് മിസ്റ്റർ ബീസ്റ്റ് ഈ ചോക്ലേറ്റ് ഫീസ്റ്റബിൾ എന്ന് പറഞ്ഞ ചോക്ലേറ്റ് ഇങ്ങനെ അങ്ങ് പുറത്തേക്ക് എറിഞ്ഞു കൊടുക്കും. ഒബ്വിയസ്ലി ഈ ഒരു വീഡിയോയിൽ അതൊരു മാർക്കറ്റിംഗ് പ്രൊമോട്ട് ചെയ്യാൻ ആൾക്കാർക്ക് കൊടുക്കാൻ വേണ്ടി. പിന്നെ പ്രൊഡക്റ്റും നല്ല പ്രൈസ്ഡാ. പ്രൈമൊക്കെ 399 rupees ആണ് ഒരു ബോട്ടിലൊക്കെ അവര്. അതെ. അപ്പൊ ഇവര് മിസ്റ്റർ ബീസ്റ്റ് ഇങ്ങനെ എറിഞ്ഞു കൊടുക്കുമ്പോൾ ആൾക്കാരൊക്കെ വല്ല പട്ടിക്കൊരു സാധനമൊക്കെ എറിഞ്ഞു കൊടുക്കുന്ന പോലെ ഇവരിങ്ങനെ ആൾക്കാർ പോയി. അപ്പൊ കുറച്ചുപേര് ഇങ്ങനെ സൈഡിലേക്ക് മാറിപ്പോയി, പിന്നെയും വേറെ കുറെ ആൾക്കാർ. നെഗറ്റീവ് ഓറ എനിക്കിങ്ങനെ അത് കണ്ടിട്ട് എന്തല്ലോ. എനിക്ക് ഈ ചില റീലൊക്കെ നമ്മൾ കാണില്ല, ഈ സെലിബ്രിറ്റീസിനൊക്കെ കാണുമ്പോൾ തന്നെ ഓരോരുത്തരും ഇങ്ങനെ കരഞ്ഞു പോയിട്ട് അണ്ണ ഒരു സെൽഫി അണ്ണ വിജയ് അണ്ണ എന്നൊക്കെ പറഞ്ഞിട്ട്. അത് എനിക്ക് ഇപ്പൊ അടുത്ത് ദിൽജിത്ത് ദോസാഞ്ചിന്റെ കോൺസേർട്ടില് ഇതേപോലെ തന്നെ ഒരു സംഭവം ഉണ്ടായി. ദിൽജിത്ത് ദോസാഞ്ചിന്റെ ജാക്കറ്റ് ഒരു ലേഡിക്ക് കൊടുത്തു. അപ്പൊ ആ ലേഡിക്ക് കൊടുത്തപ്പോ ലേഡി വൻ ഫാനാണ്. ലേഡി ഇങ്ങനെ ഓ മൈ ഗോഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കെട്ടിപ്പിടിക്കുക. അപ്പൊ അതിന്റെ ബാക്കില് ഈ ലേഡിന്റെ ഹസ്ബൻഡോ ബോയ് ഫ്രണ്ടോ പാർട്ട്ണറോ ഉണ്ട്. എന്നിട്ട് ഇയാളിങ്ങനെ കരയാണ്. നീ എന്താ അറിയാത്ത പോലെ നിൽക്കുന്നത്, നീ കണ്ടതാണല്ലേ വീഡിയോ, നീ അയച്ചത്. എന്നിട്ട് അപ്പൊ ഇയാളിങ്ങനെ എന്റെ വൈഫിന് കിട്ടി എന്നുള്ള രീതിയിൽ. അപ്പൊ എന്നിട്ട് അതിന്റെ താഴെ കമന്റ്സ് ഉണ്ടായിരുന്നു, മെൻ യൂസ് ടു ഗോ ടു വാർ. ചില കമന്റ്സ് ഉണ്ടായിരുന്നു, അതായത് ഇതിൽ എന്തായാലും തെറ്റ്, ആ വൈഫിന് അത്രയും ഒരു സ്പെഷ്യൽ മൊമെന്റ്, ആ വൈഫ് ഹാപ്പി ആയപ്പോ ആ ഹാപ്പിനെസ്സിൽ പങ്കുചേർന്നാണ്ട് അറിയില്ല. സം പീപ്പിൾ എന്താ ചെയ്യാ. ഞാൻ നോട്ടീസ് ചെയ്തൊരു സംഭവം എന്താന്ന് വെച്ചാൽ, നമ്മുടെ നാട്ടിലെ പിള്ളേർ ഇപ്പൊ എന്റെ കസിൻസ് തന്നെ ഉണ്ട്, അവരോടൊക്കെ ഞാൻ സംസാരിക്കുമ്പോൾ നോട്ടീസ് ചെയ്ത കാര്യം എന്താന്ന് വെച്ചാൽ,
വെച്ചാൽ അവർക്ക് ഞാൻ നോട്ടീസ് ചെയ്ത നമ്മളൊരു കൾച്ചറിൽ നമ്മളൊരു നിലയിൽ എത്തുന്നവരെ നമ്മളെ പേരൻസിൽ നമ്മളെ കീഴിൽ നിൽക്കുന്നതിൽ ഒരു പ്രശ്നമില്ലാത്തൊരു കാര്യമായിട്ടാണ് കാണുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇനി നമ്മളൊരു നല്ല നിലയിലെത്തി നമ്മളെ പേരൻസിന് പ്രായമായി നമ്മളെ പേരൻസിനാണ് നമ്മൾ റിട്ടയർ ചെയ്യുമ്പോൾ അവർ നമ്മളുടെ കീഴിലാണ്, കീഴിൽ എന്ന് വെച്ചാൽ നമ്മളുടെ റൂഫിൻ്റെ താഴെയാണ് അവർ നിൽക്കുക, നമ്മളാണ് അവരെ നോക്കുക. എന്നാൽ ഇവിടെ കാനഡയിൽ എന്ന് പറയുമ്പോൾ നമ്മൾ 16 വയസ്സ് മുതൽ നമ്മൾ ഏൺ ചെയ്ത് തുടങ്ങും. 18 വയസ്സായാലും നമ്മൾ എന്തായാലും നമ്മുടെ വീട്ടിൽ നിന്ന് മൂവ് ഔട്ട് ചെയ്യണം. നമ്മളെ 18 വയസ്സായിട്ട് നമ്മളെ പേരൻസിന്റെ ചിലവ് ജീവിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ഒരു മോശപ്പെട്ട കാര്യമായിട്ടാണ് ഇവർ കാണുന്നത്. അവരെ ലൂസേഴ്സ് ആയാണ് കാണുന്നത്. അതേപോലെ തന്നെ പേരൻസിനും പ്രായമായാൽ യാതൊരു കാരണവശാലും മക്കളെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ദുരഭിമാനമായിട്ടാണ് അവരും കാണുന്നത്. അതിന്റെ നേരെ വിപരീതമാണ് നമ്മുടെ നാട്ടിൽ. ഞാൻ ഇതിൻ്റെ രണ്ടിൻ്റെയും 2 എക്സ്ട്രീംസ് ആണിത്. ഞാൻ രണ്ടിൻ്റെയും ഒരു ബാലൻസ് കണ്ടുപിടിക്കണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ. അതായത് നമ്മളിപ്പോൾ 18 വയസ്സായാലും നമ്മൾ വീട്ടിൽ നിന്ന് മൂവ് ഔട്ട് ചെയ്തില്ല എന്ന് വിചാരിച്ചാൽ അതൊരു മോശമുള്ള കാര്യമായി നമ്മൾ കാണേണ്ട ആവശ്യമില്ല ഒരു പ്രത്യേക സാഹചര്യത്തിൽ. പക്ഷെ നമുക്ക് ഒരു റീസണും ഇല്ലാതെ നമ്മൾ വീട്ടിൽ നിന്ന് മൂവ് ഔട്ട് ചെയ്യാതെ അല്ലെങ്കിൽ നമ്മളൊരു ജോലിയൊന്നും കണ്ടുപിടിക്കാതെ, കാരണം ഇവിടെ കാനഡയിൽ ഇവിടെ നമുക്ക് പാർട്ട് ടൈം ജോബ്സും കാര്യങ്ങളും ഇതൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊന്നും ചെയ്യാതെ നമ്മളിങ്ങനെ പേരൻസിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ അത് നല്ല കാര്യമായിട്ടല്ല എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ നമ്മളിപ്പോൾ യൂണിവേഴ്സിറ്റിയിലൊക്കെ പോകുന്ന ചില പിള്ളേരുണ്ട്, അവരെ പേരൻസിലെ, അതായത് അവർ വേറെ ജോബൊന്നും ചെയ്യുന്നുണ്ടാവില്ല, പക്ഷെ അവർ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച് നല്ല മാർക്കും കാര്യങ്ങളൊക്കെ വാങ്ങിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം, ഓക്കെ ഇവരുടെ ടൈം വേസ്റ്റഡ് അല്ല, ഇവർ വാല്യൂ കൊണ്ടുവരുന്നുണ്ട്. ഇത് പഠിക്കുന്നുമില്ല, ജോലിയും ചെയ്യുന്നില്ല, സ്പോർട്സിലും സ്കില്ലില്ല, ആർട്സിലും ലിറ്ററലി ഭൂമിക്ക് ആ ഭാരം എന്ന് അറിയണ പോലെ അങ്ങനെ പോണ അത് എനിക്ക് ഭയങ്കര ഒരു ബാഡ് തിങ് ആയിട്ടാണ് തോന്നിയത്. കാരണം നമുക്ക് എല്ലാവർക്കും പൊട്ടൻഷ്യൽ ഉണ്ട്. ഇപ്പോൾ സെമീർ പറഞ്ഞ പോലെ നാട്ടിലെ പിള്ളേരൊക്കെ പറയും, നിങ്ങൾ ഗൾഫിൽ സ്കൂളിൽ പഠിച്ചു, ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇതൊക്കെ പറയാം, നമ്മൾ അങ്ങനെയൊന്നല്ല എന്നൊക്കെ ഇവർക്ക് പറയാം. പക്ഷെ അതേ സമയത്ത് ഇവരിപ്പം നമ്മൾ പ്രിവിലേജ്ഡ് ആണ്, നമ്മൾ എൻറ്റൈറ്റിൽഡ് ആണ് എന്നൊക്കെ പറയുകയാണെങ്കിൽ ഇവരും എത്രയോ പ്രിവിലേജ്ഡ് ആണ്. ഈ വീഡിയോ അവരിലേക്ക് എത്തണമെങ്കിൽ അതിൻ്റെ അർത്ഥം അവർക്ക് ഇന്റർനെറ്റിലേക്ക് ആക്സസ് ഉണ്ട് എന്നാണ്. അപ്പം തന്നെ ആ ഇന്റർനെറ്റിലേക്ക് ഒരാൾക്ക് ആക്സസ് കിട്ടണമെങ്കിൽ തന്നെ അയാൾ എത്രയോ പ്രിവിലേജ്ഡ് ആണ്. പിന്നെ അതുപോലെ തന്നെ ഇയാൾ സ്റ്റാർവേഷനിലാകില്ല, ഇയാൾ പട്ടിണിയിലാകില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു പട്ടിണി കിടക്കുന്ന ആള് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ പോഡ്കാസ്റ്റ് ഒന്നും കാണാതിരിക്കൂല, അവർക്ക് വേറെ പ്രയോറിറ്റീസ് ഉണ്ട്. പിന്നെ ഒരാൾ ഇപ്പൊ ഭയങ്കര ഡെത്ത് ഡിഫൈങ് സിറ്റുവേഷനിലൊക്കെ ആണെങ്കിലും ഇത് കാണില്ല. വെള്ളം കുടിക്കാൻ ഒരു അവസരം ഇല്ലാതെ നിൽക്കുകയാണെങ്കിൽ അയാൾ ഇത് ഇപ്പൊ പോഡ്കാസ്റ്റ് കണ്ടിരിക്കലാവില്ല അയാളെ പണി. ഗാസയില് ബോംബ്സ് ഒക്കെ വീഴുന്ന പോലത്തെ ഒരു യുദ്ധത്തിലാണ് നിൽക്കുന്നെങ്കിൽ ആൾ ഈ പോഡ്കാസ്റ്റ് കാണാൻ നിൽക്കില്ല. അപ്പൊ ഞങ്ങൾ ഈ പറയുന്ന ഞാനിപ്പോ ഈ പറയുന്ന കാര്യം നിങ്ങളിലേക്ക് എത്തുന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്രയോ ഒരു പ്രിവിലേജ്ഡ് സിറ്റുവേഷനിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഞാൻ ഇതേപോലെ കുറേ ആൾക്കാരെ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ നമ്മളെക്കാളും നമ്മളൊരു മിഡിൽ ക്ലാസ് വർക്കിംഗ് ക്ലാസ് ഫാമിലിയിലാണ് നമ്മൾ ജനിച്ചത്. ചിലർ റിച്ചായി ജനിച്ചവരുണ്ട്. അപ്പോൾ ഞാൻ കുറേ ആൾക്കാർ പറയുന്നത് എന്താ റിച്ചായി ജനിച്ചതല്ലേ പിന്നെന്താ എന്നൊക്കെ പറഞ്ഞിട്ട് അവരൊരു മോശമുള്ള കാര്യമായിട്ട് പറയുന്ന പോലെ അവര് ഒരു റിച്ച് ഫാമിലി ജനിച്ചത് അവരെ തെറ്റല്ല. അപ്പോൾ അതൊരു മോശമായിട്ടുള്ളൊരു കാര്യം പറയേണ്ട ആവശ്യമില്ല. പിന്നെ അതുപോലെ തന്നെ നമ്മൾ അവര് പ്രിവിലേജ്ഡ് ആണ്, അവര് റിച്ച് ആയിട്ടാണ് ജനിച്ചതെന്ന് പറയുമ്പോഴും നമ്മളും എത്രയോ മില്യൺസ് ഓഫ് ആൾക്കാരെക്കാളും പ്രിവിലേജ്ഡ് ആണ് നമ്മളും. അപ്പോൾ നമ്മളും അത്രയും ബെറ്റർ അല്ല. അപ്പോൾ നമ്മളൊരാൾ പ്രിവിലേജ് എന്ന് പറയുമ്പോൾ നമുക്കും എത്രയോ പ്രിവിലേജ് ഉണ്ട് എന്നുള്ള ഒരു സംഭവമാണ് ഞാൻ മനസ്സിലാക്കിയത്. പിന്നെ ഈ NRI സ്റ്റുഡൻസിന് കുറെ പേരുണ്ട് ഇതേപോലെ സോഫ്റ്റ് സ്കിൽസ് ഇല്ലാതെ കുറച്ച് പുവർ സൈഡ് ആയിട്ടുള്ള. അത് ഇതാണ് ലൈക്ക് ഇറ്റ്സ് അബൌട്ട് നമ്മൾ ആ ഒരു ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളും എങ്ങനെ എടുക്കുന്നു, അതിലോട്ട് എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നാണ്. കുറെ പേര് ഇപ്പോഴും നാട്ടിലൊക്കെ ഒന്നുമില്ലാതെ ഇങ്ങനെ നടക്കുന്നവരുണ്ട്. ഞാൻ എപ്പോഴും രക്ഷപ്പെട്ടവരുണ്ട്. എന്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട്, സെമീറിനെ അറിയാം, നിയാസ്ക നാട്ടിലാണ് വളർന്നത്, നാട്ടിലെ സ്കൂളിലാണ് പഠിച്ചത്. ഇതൊക്കെ മൂപ്പര് കാനഡയിലേക്ക് വന്നു. അപ്പോൾ മൂപ്പര് സൗദിയിലൊന്നും പഠിച്ചില്ല. മൂപ്പരുടെ ഫാദർ സൗദിയിലായിരുന്നു. മൂപ്പര് ഇങ്ങനെ വെക്കേഷനിൽ സൗദിയിൽ ഫാദറിനെ കാണാൻ വേണ്ടി പോകുന്നല്ലാതെ മൂപ്പര് അവിടെ പഠിച്ചിട്ടൊന്നുമില്ല. പക്ഷെ മൂപ്പരുടെ ഇംഗ്ലീഷ് നല്ല ഇംഗ്ലീഷാണ്. അതും ഞാൻ നോട്ടീസ് ചെയ്തിട്ടുണ്ട്. മൂപ്പര് ലിറ്ററലി ഇവിടെ വന്നിട്ട് മൂപ്പരുടെ കമ്മ്യൂണിക്കേഷൻ ആൾക്കാരോട് അങ്ങ് പോയി സംസാരിച്ച് ഇമ്പ്രൂവ് ചെയ്തതാണ് മൂപ്പര് നല്ല. ഞാൻ എപ്പോഴും ശ്രദ്ധിച്ച നാട്ടില് ഒരു നോർമൽ സ്കൂളിൽ പഠിച്ചാൽ ഇംഗ്ലീഷ് അടിപൊളിയാകില്ല എന്നൊക്കെ പറയുന്നതിനൊക്കെ ഒരു എക്സാമ്പിൾ ആയിട്ട് ഞാൻ എപ്പോഴും മൂപ്പരെ നോക്കില്ല. മൂപ്പര് അടിപൊളിയായിട്ട് സംസാരിക്കും. അതെ, നമ്മള് ഗെയിംസ്, മൂവീസ് ഇതൊക്കെ കണ്ടിട്ട് നമുക്ക് എത്രയോ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അതെ, ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അത് കറക്റ്റ് രീതിയിൽ നമ്മൾ ചാനൽ ചെയ്യണം. അതെ,
നിനക്ക് അങ്ങനെ ഇപ്പൊ അടുത്ത് വല്ല ഓപ്പർച്യൂണിറ്റിയും കിട്ടിയിരുന്നു എന്തെങ്കിലും ഒരു ഭാഗമാകാനല്ല, ഞാൻ ഈ അടുത്ത് ഇവിടെ ഒരു ഒക്ടോബർ ഫെസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ടായിരുന്നു. സോ ഒക്ടോബർ ഫെസ്റ്റ് ഞാൻ ചുരുക്കി പറയുകയാണെങ്കിൽ ഒരു ജർമ്മൻസിന്റെ ഒരു ഫെസ്റ്റിവലാണ്. ഈ ഒക്ടോബറിന്റെ എന്നാണ് എന്നാണ് ഈ ഫെസ്റ്റ് അവർ വിളിക്കുക, ഒക്ടോബർ ഫെസ്റ്റ് എന്നുള്ള. അപ്പൊ ഇതൊരു ജർമ്മൻസിന്റെ ഒരു ഫെസ്റ്റ് ആണ്. മെയിൻ ആയിട്ട് ഈ ഫെസ്റ്റിന്റെ എന്താന്ന് വെച്ചാൽ ഇവര് അതായത് ഇയർ ബിഗിനിങ്ങിൽ ഉണ്ടാക്കി വെച്ച ബിയറിന്റെ ബാരല് അവര് ടാപ്പ് ഓപ്പൺ ചെയ്ത് അങ്ങനെയാണ് ആഘോഷം തുടങ്ങല്, അവരുടെ മെയിൻ റിച്വൽസ് ചടങ്ങുകളൊക്കെ. പിന്നെ അവിടെ അതേപോലെ ജർമ്മൻ പാട്ടുകള്, ഫുഡ്, പിന്നെ അവരുടെ കോൺസേർട്ട്, ഗെയിംസ്, കാര്യങ്ങൾ അങ്ങനെയൊക്കെ ആയിട്ട് ഇങ്ങനെ ഉണ്ടാവും. അപ്പൊ ഞാനും എൻ്റെ ഫ്രണ്ടും ഇതേപോലെ ഇങ്ങനത്തെ ഒരു ഫെസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ ഞങ്ങളെ വീടിന്റെ അടുത്ത് തന്നെയാണ് ഞങ്ങൾ പോയപ്പോൾ ഞങ്ങള് ഈ ബിയറിന്റെ ടാപ്പ് ഓപ്പണിംഗ് ഒക്കെ കഴിഞ്ഞിട്ടൊക്കെ ഞങ്ങൾ രാത്രി ആയപ്പോഴാണ് പോയത്, അതിനൊന്നും എത്താൻ പറ്റിയില്ല. അപ്പൊ ഇതിന് പരിപാടിയൊക്കെ ഏകദേശം ഓണായി. ബിയർ മിസ്സായോ നിനക്ക്? അപ്പൊ ഞങ്ങള് എന്നിട്ട് അതിന്റെ ഉള്ളിൽ പോയിട്ട് ആദ്യം തന്നെ കേറിയപ്പോ അവിടെ ഇങ്ങനെ ഒരു ഹ്യൂമൻ ഫൂസ്ബോൾ ഉണ്ട്. അതായത് ഫൂസ്ബോൾ എന്ന് വെച്ചാല് നമ്മള് ഈ ഫുട്ബോളിന്റെ ഒരു ഗെയിം തന്നെ, ടേബിൾ ഗെയിം. നമ്മളിങ്ങനെ ടേബിൾ കൊണ്ട് 4 പേര് ഇങ്ങനെ പറഞ്ഞ ഓഡിയോ ലിസണേഴ്സിന് മനസ്സിലായില്ല, കോലിങ്ങനെ പിടിച്ചിട്ട് നമ്മളിങ്ങനെ തട്ടും. അതെ, ഫൂസ്ബോൾ എന്നാ പറയുക. ഇനിയിപ്പൊ അത്രക്കും എങ്ങനായിട്ട് നമുക്ക് മനസ്സിലാവണില്ലെങ്കിൽ ഫൂസ്ബോൾ ഗൂഗിളിൽ ടൈപ്പ് ചെയ്താല് ആ ഒരു ബോർഡ് കണ്ടാൽ. അതെ, അപ്പൊ ഫൂസ്ബോള് അതിന്റെ ഒരു ഹ്യൂമൻ വേർഷൻ. അതായത് ഒരു ടീമിൽ 5 ആൾക്കാര്, എന്നിട്ട് നമുക്ക് ഇതേപോലെ റോഡ് ഉണ്ടാവും. ഈ റോഡുമേല് ഇങ്ങനെ നീങ്ങുന്ന ഒരു പൈപ്പ് പോലെ ഒരു സംഭവം. റോഡ് ഉദ്ദേശിച്ച സ്റ്റിക്കിന് കേട്ടോ, മറ്റേ റോഡല്ല, കാറ് പോണ റോഡ്. അതെ അതെ. അപ്പം ഈ നീങ്ങുന്ന പൈപ്പുമേല് നമ്മളെ 2 കൈ എപ്പോഴും വേണം. അപ്പൊ നമുക്ക് ഇതിന്റെ ഉള്ളിൽ അങ്ങോട്ട് ഓടാൻ പറ്റൂല. ഈ 2 കൈ നമ്മൾ അതുമേൽ വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ സൈഡ് വേസ് നമുക്ക് ഇങ്ങനെ പോവാം. ഫൂസ്ബോളിന്റെ ലിറ്ററലി ഫൂസ്ബോൾ നിങ്ങൾ കളിച്ചിട്ടുണ്ടെങ്കിൽ ഫൂസ്ബോളിന്റെ സെയിം റൂൾസ് പ്രതിമക്ക് പകരം നമ്മൾ. അതെ, പ്രതിമക്ക് പകരം നമ്മൾ. എന്നിട്ട് അവര് ഒരു ഫുട്ബോൾ, ഒരു 4 സൈസ് ഫുട്ബോൾ ഇടും. എന്നിട്ട് നമ്മൾ കളിക്കാം. എന്നിട്ട് ഞാന് കീപ്പറായിരുന്നു നിന്ന്. കീപ്പറോ? കാരണം എന്താ വെച്ചാൽ കീപ്പർ പറയുമ്പോ നമ്മൾ ഒറ്റക്ക അവിടെ, നമുക്ക് വേറെ ആരും ബോധർ ചെയ്യണ്ട. പിന്നെ ഗോള് കൺസീഡ് ചെയ്യില്ല നിങ്ങൾക്ക് ഉറപ്പായിരുന്നു. ഞാൻ ചെറിയ സ്പേസാ, എങ്ങനെയായാലും കൺസീഡ് ചെയ്യിപ്പിക്കൂല. ബാക്കിയുള്ളവരൊക്കെ വെച്ചാല് ഗോട്ട് ഓഫ് ഒക്ടോബർ ഫെസ്റ്റ് ആയോ? അല്ല, ബാക്കിയുള്ളവരൊക്കെ വെച്ചാല് കൺസീഡ് ആവും. നിങ്ങൾക്ക് ഒരു ആദ്യ ഉള്ളില് എനിക്ക് ഇവരാരും വിശ്വാസമല്ല, എനിക്ക് എന്നെ മാത്രമേ വിശ്വാസമുള്ളൂ ഈ ഒരു ടാസ്കില്. അതിൽ ഞാൻ കീപ്പറായി. അപ്പൊ ചില ആൾക്കാരൊക്കെ ഇതൊരു ഫൺ ഗെയിം അല്ലേ എന്ന് വിചാരിച്ചിട്ട് അവര് കേറുന്നു, ബോൾ വരുമ്പോൾ തട്ടുക, അങ്ങനെയൊക്കെ. ചില ആൾക്കാർ കുറച്ച് ടാക്ടിക്കലായിട്ട്. ഞാൻ ആ ടാക്ടിക്കൽ ഇല്ല. അപ്പൊ ഞാനിങ്ങനെ ബോൾ കിട്ടുമ്പോ തന്നെ ഞാൻ ജഗിളൊക്കെ ചെയ്ത് ഇങ്ങനെ മോളിൽ കൂടെ ഒക്കെ ഇതാക്കി. അതില് ഓഡിയൻസിലൊക്കെ ഒരു ലേഡി, ഹി നോസ് ഹൗ ടു പ്ലേ ദ ഗെയിം. നീ പറയല CBSE നാഷണൽസ് 2018 ഞാനിങ്ങോട്ട് അത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ഞാനത് കളിച്ചപ്പോൾ എനിക്ക് ഓർമ്മ എന്താന്ന് വെച്ചാല് പണ്ട് പെപ്സിന്റെ ഒരു ആഡ് ഉണ്ടായിരുന്നു. ഇതേപോലെ ബെക്കാമും ഫിഗോ അങ്ങനത്തെ കുറച്ച് സ്റ്റാർസ് ഇതേപോലെ ഹ്യൂമൻ ഫുട്ബോൾ കളിക്കുന്നു, റൊണാൾഡിനോ അവരൊക്കെ. അപ്പൊ അന്നാണ് ഞാൻ ആദ്യം ഇത് കണ്ടത്, ഇങ്ങനെ ഈ ഫുട്ബോളിന്റെ ഒരു ഹ്യൂമൻ വേർഷൻ. അപ്പൊ അത് കളിച്ചപ്പോ അതെനിക്ക് ഓർമ്മയായി. പിന്നെ അതേപോലെ അവിടെ ഒരു ജങ്ക ഉണ്ടായിരുന്നു. അപ്പൊ ഞാനും എന്റെ ഫ്രണ്ടും ഉണ്ട്. അപ്പൊ ഞങ്ങള് പറഞ്ഞ് നമ്മൾ രണ്ടാളും എപ്പോഴും കാണുന്നില്ല, നമ്മൾ രണ്ടാളും കളിക്കുകയാണെങ്കിൽ ഈ കളി ഇവിടെ തീർന്നു. പക്ഷെ നമ്മളൊരു സ്ട്രേഞ്ചറിനോട് നിങ്ങൾക്ക് ഞങ്ങളെ കൂടെ ജങ്ക കളിക്കണോന്ന് ചോദിച്ചാൽ ഓരോട് സംസാരിക്കാനുള്ള അതാണ് അവരുടെ ഓപ്പർച്യൂണിറ്റീസ്, നമ്മൾ ആൾക്കാരോട് സംസാരിക്കാനുള്ള. അപ്പൊ എന്നിട്ട് ഞാൻ എന്റെ ഫ്രണ്ട് പറഞ്ഞു, ഓക്കെ നമുക്ക് ഇതേപോലെ 2 ആൾക്കാരെ. ഞാൻ എന്റെ ക്ലാസ്സിലുള്ള ഒരു കരൺ എന്ന് പറഞ്ഞ കരൺ ഫ്രം ബാംഗ്ലൂർ. കരൺ ജോഹർ അല്ല, കരൺ. അപ്പൊ ഞാനും വനും പോയി. അങ്ങനെ ഞാനും വനും കൂടി ഇതേപോലെ അവിടെ ഇവിടെ ഈ ഇവന്റിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാല്, ഒന്ന് ഈ ഇവന്റ് അധികം ഇന്ത്യക്കാരെ അറിഞ്ഞിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല, ഞാൻ സത്യം പറയാലോ, ഒക്ടോബർ ഫെസ്റ്റ് ഞാൻ കുറെ വർഷമായിട്ട് ഇവിടെ കാണുന്നുണ്ട്. എന്താ സംഭവം എനിക്ക് പോലും അറിയില്ല. ഓക്കെ, എന്നാ അതാവണം. 2, ഇതൊരു ടിക്കറ്റഡ് ഇവന്റ് ആയിരുന്നു. അപ്പം അതും ഒരു റീസൺ ആണ്. അപ്പം ഞങ്ങള് ഇത് അങ്ങനെ പോയി. അപ്പൊ ഇവിടെ ഫുള്ള് ജർമ്മൻസും വൈറ്റ്സും ഇവരൊക്കെ ആയിരുന്നു. അപ്പൊ അതന്നെ ഭയങ്കര ഒരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു നമുക്ക് വേറെ ആൾക്കാരോട് സംസാരിക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ട്. അങ്ങനെ ഞങ്ങള്
ഒരു ആളോട് പോയാണ്ട് ചോദിച്ച് നിങ്ങൾക്ക് ഞങ്ങളോട് ജങ്ക് കളിക്കണം. അപ്പൊ മൂപ്പര് വൈ നോട്ട് എന്നൊക്കെ പറഞ്ഞ മൂപ്പര് ഗേൾ ഫ്രണ്ടൊക്കെ ആയിട്ട് വന്ന് അങ്ങനെ രണ്ടാൾക്കാർ അങ്ങനെ ഈ ജങ്ക് ആണെങ്കിൽ വലിയ ജങ്ക്, അതായത് സാധാരണ ജങ്കല്ല. ജങ്ക ഒരു ഗെയിമാണ് കേട്ടോ. ജങ്ക എന്ന് വെച്ചാൽ വുഡൻ ബ്ലോക്സ് ഇങ്ങനെ നമ്മള് ബ്ലോക്കായി ബിൽഡിംഗ് പോലൊക്കെ വെച്ചിട്ട് നമ്മള് ലാസ്റ്റ് ആരാണ് ആ ബ്ലോക്ക് വീഴ്ത്തുന്ന അയാൾ തോൽക്കും. അതെ, നമ്മൾ ഈ ബ്ലോക്സ് ഇങ്ങനെ ഓരോന്ന് എടുക്കണം മുകളിലത്തെ ഒഴിച്ച്. അതെ, ഇതും നിങ്ങൾക്ക് ഇനി മനസ്സിലായില്ലെങ്കിൽ ഗൂഗിൾ ചെയ്താല് കിട്ടും. അങ്ങനെ ഇതിന്റെ വലിയ വേർഷൻ, ഒരു ഹ്യൂമൻ സൈസ് വേർഷൻ പോലെ അങ്ങനെ നമ്മളിത് കളിച്ചു. അപ്പൊ കളി തുടങ്ങിയപ്പോ തന്നെ ക്രൗഡൊക്കെ കുറച്ചിങ്ങനെ കൂടാൻ തുടങ്ങി, ചുറ്റും കളി കാണാൻ തുടങ്ങി. പിന്നെ കുറച്ച്, അതായത് 3-4 പോയിന്റ് എത്തി ഇത് വീഴുന്ന്, പക്ഷെ വീണില്ല. അപ്പൊ അതിന് ക്രൗഡിനൊക്കെ ഹരായി. അങ്ങനെ അവിടൊക്കെ എല്ലാരും മറ്റേ വീഴാനാകുമ്പോ ഇങ്ങനെ ആ സംഭവം വൺ ത്രില്ലായി. കാരണം നമ്മളാണല്ലോ ഈ ഒരു ഉണ്ടാക്കി വെച്ചത്. അങ്ങനെ അത് കഴിഞ്ഞ് ആ ഗെയിം കഴിഞ്ഞിട്ട് ഇവര് ഇതേപോലെ ഫുള്ള് കൺഗ്രാജുലേറ്റ് ഇങ്ങനെ ഫുള്ള് അടിപൊളിയായിരുന്നു, സെറ്റ് ആയിരുന്നു എന്നൊക്കെ രീതിയിലൊക്കെ സംസാരിച്ച് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഒരു കോൺസേർട്ടൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കോൺസേർട്ടും കഴിഞ്ഞിട്ട് ഞാനും എൻ്റെ ഫ്രണ്ടുണ്ട്, ഞങ്ങള് വണ്ടിയിലാണ് പോയത്. അപ്പൊ ഞങ്ങള് വണ്ടി ഇങ്ങനെ എടുത്ത് ഞങ്ങള് പുറത്തേക്ക് പോവാൻ നിൽക്കുക. അപ്പൊ 2 ചെങ്ങായിമാര് ഇങ്ങനെ പോകുന്ന വണ്ടിക്കൊക്കെ ലിഫ്റ്റ് ചോദിക്കുന്നുണ്ട്. ഞാൻ കാനഡയിൽ വന്നിട്ട് ആദ്യമായിട്ടാണ് ഈ കാഴ്ച കാണുന്നത്. ഇന്ത്യയില്, പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നല്ല, ഇന്ത്യയില് നമുക്കറിയാലോ, നമ്മള് ഒരു വണ്ടി ഇല്ലെങ്കിൽ അടുത്ത അങ്ങാടി പോവാന് ബൈക്കുകാരനോട് ലിഫ്റ്റ്, ഇതായിരുന്നു ഒരു രീതി. കാനഡയില് ഞാൻ ആദ്യമായിട്ട് ഒരു ലിഫ്റ്റ് വയ്ക്കണം. അപ്പം 2-3 വണ്ടി ഇങ്ങനെ പോകുന്നു, പക്ഷെ ആരും എനിക്ക് നിർത്തി കൊടുക്കണില്ല. അപ്പൊ ഞാൻ വിചാരിച്ചത് ഓക്കെ ഞാൻ നിർത്തി കൊടുക്കാം, കൂടെ കരനുണ്ട്. അപ്പൊ ഞങ്ങൾ 2 ഫ്രണ്ടില് ബാക്കിൽ 2 സെറ്റാണ്. അങ്ങനെ ഞങ്ങൾ നിർത്തി കൊടുത്തപ്പോ ഒരു വൺ ഹാപ്പി, ഒരാളെ കുറച്ചൊരു ടിപ്സിയാണ്. അപ്പം മേ ബി അതുകൊണ്ടും കൂടി ആവുമ്പോൾ എങ്ങനെയാലും സിനിമ എനിക്കറിയില്ല. കറക്റ്റ്. എന്നിട്ട് അവരാണ് കുറച്ചിങ്ങനെ ഒരു പൂസാണ്. അപ്പൊ ഇവര് നമ്മളോട് ചോദിച്ച് നിങ്ങക്ക് ഞങ്ങളൊന്ന് ഡ്രോപ്പ് ചെയ്യാൻ പറ്റുമോ, താഴെ വരെ ഡ്രോപ്പ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അവര്. അപ്പൊ എനിക്കൊന്നും അവർക്ക് ഇങ്ങോട്ട് ഊബർ കിട്ടുന്നില്ല എന്തോ റീസൺ. അപ്പൊ ഞങ്ങള് ഓക്കേന്ന് പറഞ്ഞു. അപ്പോൾ ഒരു പറഞ്ഞു കഴിഞ്ഞാൽ വീട് ഇവിടെ അടുത്ത് തന്നെയാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു പ്രശ്നമില്ല, വീട്ടിൽ ഡ്രോപ്പ് ചെയ്യണം. അപ്പോൾ തന്നെ അവർക്ക് വൻ സന്തോഷമായി. താങ്ക് യു സോ മച്ച് മാൻ. അതെ, എന്നിട്ട് ഇവരെന്ത് ചെയ്ത് എനിക്കൊരു $10 ബില്ല് എനിക്ക് തന്ന്, $10 നോട്ട്. അപ്പൊ ഞാൻ നമ്മള് ഒരു അറബ്സ് ഇന്ത്യൻസ് നമുക്ക് ഇങ്ങനെ നമ്മളൊരു ഫേവർ ചെയ്യുമ്പോ പൈസ തരാറുന്ന വൺ ഡിസ്റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവം. അപ്പൊ ഞാൻ പൈസ വേണ്ട, ഇത് ഒരു ഫേവർ. അപ്പൊ ഇവരാണെങ്കിൽ ഇല്ല പ്രശ്നമില്ല എന്നൊക്കെ പറഞ്ഞ് എന്റെ ഫ്രണ്ടിൽ ഇരിക്കണ കറണ്ട് എടുത്ത് ഇങ്ങനെ ഇട്ടവര്. അപ്പൊ ഞാൻ പൈസ എനിക്കിപ്പോ അങ്ങനെയൊക്കെ തരാണെങ്കിൽ എനിക്ക് ഒരു എച്ചിലൊക്കെ തരുന്ന പോലെ ഫീൽ ചെയ്യാം. അതെല്ലാവരും ഉദ്ദേശിച്ച സംഭവം ഒരു ജനറസ് ആവുമായിരിക്കും. ഗ്യാസ് പ്രൈസ് ഹൈക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. നമുക്ക് ഇത് ഒരുമാതിരി ഒരു ഫീലാണ്. അപ്പൊ ഞാൻ ഈ പൈസ എടുത്താണ്ട് ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് എ പാർട്ട് ഓഫ് അവർ കൾച്ചർ എന്ന് പറഞ്ഞു. അപ്പൊ അത് ഒരിത് അത് പാർട്ട് ഓഫ് അവർ കൾച്ചർ എന്ന് പറഞ്ഞപ്പോ അവർക്ക് ആകെ ഇവരെ കൾച്ചറലി റിച്ച് ആ ഒരു സംഭവം. പിന്നെ രണ്ടാമത്തെ എന്താന്ന് വെച്ചാൽ പൊതുവേ ഞാൻ കാനഡയില് ആരെങ്കിലും എന്നോട് എവിടുന്നാണ് ചോദിക്കുമ്പോൾ ഞാൻ ഐ എം ഫ്രം സൗദി അറേബ്യ എന്നാ പറയല്. 2 റീസൺ ഉണ്ട്. ഫസ്റ്റ് റീസൺ, ഞാൻ ആക്ച്വലി ഫ്രം സൗദി അറേബ്യയാണ്. കാരണം നമ്മൾ ബോൺ ആൻഡ് ബ്രോട്ടപ്പ് എവിടെയാണോ ആ ഒരു സ്ഥലമാണ് ഫ്രം എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പറയേണ്ടത്. അപ്പം ശരിക്കും നോക്കുകയാണെങ്കിൽ ഞങ്ങൾ 2 പേരും ബോൺ ആൻഡ് ബ്രോട്ടപ്പ് സൗദിയാണ്. ഞങ്ങളെ എത്നിസിറ്റി അല്ലെങ്കിൽ ഞങ്ങളെ റേസ് അല്ലെങ്കിൽ നമ്മളെ ബാക്ക്ഗ്രൗണ്ട് എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ ഇന്ത്യൻ എന്ന് പറയേണ്ടുള്ളൂ. 2 എന്താന്ന് വെച്ചാല് കാനഡയില് അല്ലെങ്കിൽ പൊതുവേ ഒരു യൂറോപ്യൻ അമേരിക്കൻ കൺട്രീസിലൊക്കെ ഇപ്പം ഇന്ത്യൻസിന് ഭയങ്കര ചീത്തപ്പേരാണ്. ഇവരുടെ ഓരോരോ കാട്ടിക്കൂട്ടലായിരുന്നു. ഇവരിങ്ങനെ റോട്ടില് അനാവശ്യമായിട്ടുള്ള ഓരോ ഫെസ്റ്റിവൽസ്, ഇപ്പൊ ദീപാവലി ഉണ്ടെങ്കിൽ നാട്ടിലൂടെയും പടക്കം പൊട്ടിക്കാത്ത ആൾക്കാരായിരിക്കും
ഇവിടെ പടക്കം പൊട്ടിക്കുന്നത്. പടക്കം പൊട്ടിക്കുന്നതിലല്ല പ്രശ്നം, പടക്കം പൊട്ടിച്ചിട്ട് ഫുൾ ആ സ്ട്രീറ്റ് മൊത്തം അങ്ങ് ലിറ്റർ ചെയ്ത് പോയി. അതെ, ലിറ്ററിങ്. പിന്നെ ഇത് അതായത് ഓരോരോ സ്ഥലങ്ങൾ ഡെസിഗ്നേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടുത്തെ ഗവൺമെന്റ് ഒക്കെ. കാരണം ഇവർക്ക് അറിയാം ദിവാലി ആകുമ്പോൾ എന്തായാലും പടക്കം പൊട്ടുന്നത്. അപ്പൊ ഇന്ന സ്ഥലത്ത് ഇത്ര ടൈം, ഈ ടൈം കഴിഞ്ഞാൽ പൊട്ടിക്കരുത്, 10 PM കഴിഞ്ഞാൽ പൊട്ടിക്കരുത് എന്നൊക്കെ. പക്ഷെ അതൊക്കെ വരെ തെറ്റിച്ചാണ്ടൊക്കെ അങ്ങനെ കുറെ സംഭവങ്ങള്. പിന്നെ ഞാൻ ഒരു സ്ഥലത്ത് കണ്ട് പാരീസിൽ അവിടെ എന്തോ ഉത്സവം എന്തോ സംഭവം, എന്നിട്ട് ആൾക്കാർ നടു റോട്ടിൽ തേങ്ങ പൊട്ടിക്കുക. തേങ്ങ അങ്ങനെ പൊട്ടിച്ച് റോഡിൽ അങ്ങനെ ഇടുക. അത് പിന്നെ ക്ലീൻ ആക്കണവും കാര്യങ്ങളൊന്നും ആലോചിക്കാൻ വയ്യ. അതൊന്ന് അങ്ങനെ മൊത്തത്തില് അല്ല, ഇപ്പൊ അടുത്ത് ഈ വർഷത്തെ ഹാലോവീനും ദിവാലിയും ഒരേ ദിവസമായിരുന്നു. എന്നിട്ട് ആ ഹാലോവീൻ്റെ അന്ന് ദിവാലിയും ആയിരുന്നു. എന്നിട്ട് എനിക്കൊരു ഷാക്ക് ഉണ്ടല്ലോ, അപ്പൊ എന്റെ ഷാക്ക് എന്ന് പറഞ്ഞാൽ വേൾഡ് ഫുഡ് മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ട്, എന്നിട്ട് അതിന്റെ മുന്നിലെ റോട്ടില് ട്രാഫിക് ജാം വന്നു. അപ്പൊ ഈ ട്രാഫിക് ജാം വന്നപ്പോ ഒരു 10 കാറോ 7-8 കാറ്, ഇവരെന്ന് പറഞ്ഞാല് ഫുൾ മസിൽ കാർസ്, ഡോഡ്ജ് ചാർജർ, മസ്റ്റാങ് GT, ഡോഡ്ജ് ചാലഞ്ചർ. എന്നിട്ട് ഇവര് അങ്ങോട്ട് റെവ് ചെയ്യാ. എനിക്ക് റെവ് ചെയ്യുന്നൊക്കെ കേൾക്കാൻ ഇഷ്ടമാണ്. പക്ഷെ ഇതെന്ന് പറഞ്ഞാല് ഇവര് എക്സോസ്റ്റ് അത്രയും ട്യൂൺ ചെയ്തിട്ട് അത്രക്ക് ലൗഡാണ്. എന്നിട്ട് ഇവര് 1/2 മണിക്കൂർ, ഞാൻ എക്സാജറേറ്റ് ചെയ്ത് പറയല്ല, 1/2 മണിക്കൂർ വരെ ഇങ്ങനെ റെവ് ചെയ്തോണ്ട്. എന്നിട്ട് ഞാനിത് കണ്ടിട്ട്, അപ്പൊ ഈ വേൾഡ് ഫുഡ് മാർക്കറ്റില് ഫാമിലീസ്, ബേബീസ്, കുട്ടികൾ, ഇവരൊക്കെ ഉണ്ട്, പ്രായമായവർ ഇവരൊക്കെ ഉണ്ട്. എന്നിട്ട് ഇവരിങ്ങനെ കാർ റെവ് ചെയ്യാ. എന്നിട്ട് ഞാൻ കടയിൽ നിന്ന് ഇറങ്ങി പുറത്ത് പോയി നോക്കിയേ. എനിക്ക് അപ്പളെ ഞാൻ ഇങ്ങനെ നോക്കി, യൂഷ്വൽ സസ്പെക്ട്സ്. അവിടെ ഇന്ത്യക്കാരായിരുന്നു, ഇന്ത്യക്കാരെന്നല്ല പഞ്ചാബീസ് ആയിരുന്നു. ഇവരാണ് ഞാൻ എപ്പോഴും ഇത് ചെയ്ത് കണ്ടിട്ടുള്ളത്. എന്നിട്ട് 1/2 മണിക്കൂർ വരുത് ചെയ്തു. 1 ഡിസ്റ്റർബൻസ് ആയിരുന്നു. ഒരു ഇന്ത്യ എന്ന എനിക്ക് ഇറിറ്റേറ്റ് ആയി വന്നു. പക്ഷെ കാനഡ എന്നുള്ള രാജ്യമാണ്, നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. പോലീസിനും ട്രാഫിക് ബ്ലോക്ക് ആയതുകൊണ്ട് അവർക്കും അങ്ങോട്ട് എത്താൻ കഴിയില്ല. അതെ. സോ പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ചാല്, ഇത് ചെയ്യുന്നത് ഒരു വിഭാഗം ആൾക്കാർ ഓഫ് ഇന്ത്യൻസ് ആയിരിക്കാം, ചിലപ്പോൾ നോർത്ത് ഇന്ത്യൻസ് ആയിരിക്കാം, ചിലപ്പം ബാക്കിയുള്ളവരൊക്കെ ആയിരിക്കാം. പക്ഷേ പുറത്തുള്ളവർക്ക് ഇന്ത്യയിൽ നോർത്ത് ഇന്ത്യ ഉണ്ട്, ഇന്ത്യയിലൊരു സൗത്ത് ഇന്ത്യ ഉണ്ട്. ഇവരെ കണ്ടിട്ട് മലയാളിയുടെ ചായയാണ് തോന്നുന്നത്, കനേഡിയൻസിന് അറിയില്ല. അപ്പൊ അവരെ വിചാരം എന്താ, എല്ലാ ഇന്ത്യൻസ് സൗത്ത് ആയിക്കോട്ടെ, നോർത്ത് ആയിക്കോട്ടെ, തെക്ക് വടക്കായിക്കോട്ടെ, എല്ലാരും വടക്കാന്നുള്ള രീതിയിലാണ്. അതായത് ഞാൻ കാനഡയില് കോവിഡിന് മുന്നേ വന്നതാ. ഇപ്പൊ ഞാൻ ഒരു 5 years ആയി ഇവിടെ. ആ കാനഡയിൽ ഞാൻ ഇപ്പൊ വന്നപ്പോഴും ആൾക്കാർ ഇന്ത്യൻസിനെ നോക്കുന്നത്, അന്ന് വന്നപ്പോ ഇന്ത്യൻസിനെ നോക്കുന്നതും ഇപ്പൊ ഇന്ത്യൻസിനെ നോക്കുന്നതും ഭയങ്കരമായിട്ട് ചേഞ്ച് ആയിട്ടുണ്ട്. അത് ഞാൻ ഡിസേർവ്ഡ് ആണെന്ന് പറയും. കാരണം അത്രയും ഇന്ത്യൻസ് അതായത് അത്രയും അലമ്പ് നമ്മളെ ആൾക്കാർ പല രീതിയിലും ചെയ്തുകൊണ്ടായിരിക്കും. പക്ഷെ അതേസമയം എത്രയോ ഇന്ത്യൻസ് ഉണ്ട് ഇവിടെ ഹാർഡ് വർക്ക് ചെയ്യുന്ന, അവർ ജോലി ചെയ്യുന്നു, അവർ ഫുള്ളി ലീഗലി പെർമനന്റ് റെസിഡൻസ് ഒക്കെ കിട്ടി സിറ്റിസൺഷിപ്പിന് വേണ്ടി അപ്ലൈ ചെയ്യുന്നു, അങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. പക്ഷെ കുറച്ച് ആൾക്കാർ മതി എല്ലാവരുടെ പേര് റൂയിൻ ചെയ്യാൻ. അതെ. സോ ആ ഒരു റീസൺ കൊണ്ടും ഞാൻ പുറത്ത് ഇപ്പൊ ഈ വേറെ എത്നിസിറ്റിയുള്ള ആൾക്കാരൊക്കെ പരിചയപ്പെടുമ്പോൾ അവരോട് ഇന്ത്യ എന്ന് പറയുമ്പോൾ ഇവര് ഇൻസ്റ്റാഗ്രാമും ഇതൊക്കെ യൂസ് ചെയ്യുന്നതുകൊണ്ട് ഇവർക്ക് ഒരു പിക്ചർ ഉണ്ട് ഇന്ത്യൻസിനെ കുറിച്ച്. അപ്പൊ ഡയറക്ട്ലി ആ ഒരു പിക്ചർ അങ്ങ് വരണ്ടെന്ന് വിചാരിച്ചിട്ടും ഇത് നമ്മൾ കള്ളല്ല പറയുന്നത്, ഐ എം ഫ്രം സൗദി അറേബ്യ എന്നുള്ള രീതിയിലാണ് ഞാൻ എപ്പോഴും എല്ലാവരോടും സൗദി എന്ന് പറയുന്നത്. പക്ഷെ ഞാൻ ഈ ഇറ്റ്സ് എ പാർട്ട് ഓഫ് അവർ കൾച്ചർ എന്നൊക്കെ പറഞ്ഞതിന് ശേഷം അങ്ങേരിനോട് നിങ്ങൾ എവിടെ നിന്നാണെന്ന് ചോദിച്ചപ്പോ ഞാൻ പ്രൗഡ്ലി ഐ എം ഫ്രം ഇന്ത്യ. ഒരാളെങ്കിൽ ഒരാൾക്ക് ഒരു ഭാഗത്ത് നിന്ന് ആൾക്കാർ ഇന്ത്യൻസിന്റെ റെപ്യൂട്ടേഷൻ ഇങ്ങനെ സെമിയർ സിംഗിൾ ഹാൻഡഡ്ലി സ്പൈഡറിനെ അങ്ങനെ ട്രെയിൻ പിടിക്കുന്ന പോലെ അല്ലെ KGF-ല് മറ്റേ റോക്കി ബൈയില്ല, ഒരു മറ്റേ ട്രോളി പിടിച്ചിട്ട് ഇങ്ങനെ ഒറ്റക്ക് ഇങ്ങനെ വലിച്ചുകൊണ്ടുവരും, മറ്റേ ഒരു ലൈൻ ക്രോസ് ചെയ്താൽ വെടിവെക്കും. അതേപോലെ സെമീർ. അതെ. എന്നിട്ട് ഞങ്ങള് ഇവരോട് ഇങ്ങനെ സംസാരിച്ചതാക്കി അങ്ങനെ വരെ ഒരു 5 minutes എന്തോ ഉണ്ടായിരുന്നുള്ളൂ ഈ വെന്യൂവിന്റെ അവിടുന്ന്. അങ്ങനെ വരെ വീടിന്റെ മുന്നിൽ ഡ്രോപ്പ് ചെയ്ത്. എന്നിട്ട് ഇവർക്ക് ഭയങ്കര സന്തോഷമായി. എന്നിട്ട് ഏറ്റവും അടിപൊളി സംഭവം എന്താ വെച്ചാല്, അതിലൊരു ചങ്ങായി ഒരു വീഡിയോഗ്രാഫർ എന്തോ ആണ്. അപ്പൊ അവരെന്നോട് നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചപ്പോ ഞാൻ സോഷ്യൽ മീഡിയ എന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ വീഡിയോഗ്രാഫർ ആണ്, വി ഷുഡ് കണക്ട് അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞു. വേറൊരു ചങ്ങായി ലോയറാ. ചെങ്ങായോ മൂപ്പരെ കാർഡ് എനിക്ക് തന്നിട്ട് പറഞ്ഞേ, ഞാനൊരു ലോയറാണ്, ഇതിന്റെ കാർഡാണ്, എനിക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നിനക്ക് എന്നെ എപ്പോ വേണമെങ്കിലും വിളിക്കാം.
ഒരു ലിഫ്റ്റ് ഞാൻ എപ്പോഴും ഞാൻ സയാനും ഇന്നാളും കൂടി സംസാരിച്ചിട്ടുള്ളൂ. ഞാൻ സയാനോട് അല്ല, ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് ഇന്നാളും കൂടി സംസാരിച്ചിട്ടുള്ളൂ. നമുക്ക് കണക്ഷൻസ് ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു പോലീസ്, ഒരു ലോയർ, ഇങ്ങനത്തെ കുറച്ച് കണക്ഷൻസ് മസ്റ്റാണ്. ലൈഫ് കുറെ ഈസി ആവുന്നുണ്ട്. അപ്പൊ ഞാൻ ഇൻസ്റ്റന്റ് ഒരു ലിഫ്റ്റ് കൊടുത്തതിന്റെ പേരിൽ ഒരു ലോയറായിട്ട് അങ്ങ് ഇൻസ്റ്റന്റ് കണക്ഷന്. അപ്പൊ ഇതൊക്കെ നമ്മൾ ആ ലിഫ്റ്റിന് വേണ്ടി നിർത്തിയില്ല, അല്ലെ നമ്മൾ ആ സ്ട്രേഞ്ചേഴ്സിനോട് ജങ്ക് കളിച്ചില്ല. അപ്പൊ ഇതൊക്കെ ഓപ്പർച്യൂണിറ്റീസ് മിസ്സാവാണ്. അപ്പൊ മാക്സിമം എല്ലാ ഓപ്പർച്യൂണിറ്റീസും സീസ് ചെയ്യാം. അതേപോലെ ഞാൻ ഇപ്പൊ ഹാലോവീന്റെ കാര്യം പറഞ്ഞല്ലോ, എനിക്ക് സെമീർ ഇപ്പൊ അടുത്ത് ഹാലോവീൻ ഒരു ഹൗസ് പാർട്ടി ഉണ്ടായിരുന്നു. അതിന് എനിക്ക് സെമീറിനോട് ഒരു കാര്യം ചോദിക്കാണ്ട്, നീ എന്തുകൊണ്ട് ഏഞ്ചലിനെ ഇൻവൈറ്റ് ചെയ്തില്ല? വളരെ വളരെ മോശമായി സെമീറെ. അല്ല, ഏഞ്ചലിനെ ഇൻവൈറ്റ് ചെയ്തതാ. ഏഞ്ചൽ ലാസ്റ്റ് മിനിറ്റ് വെച്ച് അവൾക്ക് വേറെ പരിപാടി ഉണ്ടായിരുന്നു. അല്ല, നീ ലാസ്റ്റ് മിനിറ്റ് അവളെ ഇൻവൈറ്റ് ചെയ്തത് ആണ്. കാര്യം ലിമിറ്റഡ് പാർട്ടി ആയിരുന്നു. വളരെ മോശമായി സെമീർ. കാരണം ഇത് ഞങ്ങളെ ഫസ്റ്റ് കോഴ്സിലെ പിള്ളേർ മാത്രം വെക്കുന്ന പാർട്ടിയാണ്. പിന്നെ എന്റെ ഒരു സൈഡ് കിക്ക് അല്ലേ അടിച്ചിട്ടാ ഞാൻ ഇവൻ എന്നെ വിളിച്ചേ. ഇവന്റെ സൈഡ് കിക്കും എന്റെയും കൂടി സൈഡ് കിക്ക് ആയിട്ട് ഏഞ്ചലിനൂടെ കാരണം എനിക്ക് ഇത്ര +1 ഒന്നുമില്ല, ആ ഒരു +1 ഉണ്ടായിരുന്നു. നമ്മളാണ് അവിടെയും വൈബ് ക്രിയേറ്റ് ചെയ്തത്. ഓ, അത് വൻ അടിപൊളിയായിരുന്നു. ഒന്നാമത് എന്താന്ന് വെച്ചാല് ഈ ഹാലോവിൻ പാർട്ടി ഹോസ്റ്റ് ചെയ്ത ഒരു ടർക്കിഷ് കപ്പിളാണ്. അപ്പൊ അവര് പറഞ്ഞ് മെഹ്മത് ആൻഡ് ഗോസ്ബെ, അവര് പറഞ്ഞ് ഇത് സ്ട്രിക്ട്ലി ഒരു കോസ്റ്റ്യൂം പാർട്ടിയാണ്, കോസ്റ്റ്യൂം ഇല്ലെങ്കിൽ എൻട്രൻസ് ഇല്ല പാർട്ടിക്ക്. അതെ, വൺ സീരിയസ് ആയിരുന്നു ഇവര്. എന്നിട്ട് ഞങ്ങള് വന്ന് അപ്പൊ ഇവര് പറഞ്ഞേ ഹാലോവിൻ പാർട്ടി ഇൻട്രസ്റ്റിംഗ് ആക്കാൻ നമ്മള് ഈ പാർട്ടി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊരു ഇൻട്രൊഡക്ഷൻ വെക്കും. ആ ഇൻട്രൊഡക്ഷനില് നമ്മൾ എന്തായിട്ടാണോ ഡ്രസ് ചെയ്തത് അതായിട്ട് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. നിങ്ങൾ നമ്മളെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെമീറിന്റെ ഇൻട്രൊഡക്ഷൻ ഒക്കെ ഞങ്ങൾ റിഹേഴ്സ് ചെയ്തത് കാണാമായിരുന്നു. എനിക്ക് ഇവിടെ പറയണോ? സെമീർ ChatGPT അടിച്ചു നോക്കിയായിരുന്നോ, ഞാൻ വാമ്പയർ ആണ്, എനിക്കൊരു ഇൻട്രോ തരൂ ഹാലോവീൻ പാർട്ടിയിൽ പറയാൻ. ChatGPT ഞാൻ മറ്റേ ബോബനും മോളിയിലെ പട്ടിനോ പോലെയൊക്കെ ട്രീറ്റ് ചെയ്യുന്നു. എന്തുണ്ടെങ്കിലും ChatGPT ഇതാണ് എന്റെ പ്രശ്നം, എങ്ങനെ നമുക്ക് ഇതിനൊരു സൊല്യൂഷൻ പറഞ്ഞിട്ട്. അപ്പോ എന്നിട്ട് അടിപൊളി പാർട്ടിയായിരുന്നു. പക്ഷെ എന്താന്ന് വെച്ചാല് ഇവരെക്കാളും നമ്മൾ പ്ലാൻ ചെയ്തു. നമ്മൾ ഇൻട്രോ ഞാനും സെമീറും പ്ലാൻ ചെയ്തു. നമ്മളുടെ ഒരു ഇൻട്രോ പൊളിയായിരുന്നു. പിന്നെ അതേപോലെ നമ്മളൊരു റീൽ എടുക്കണം എന്ന് തീരുമാനിച്ചിരുന്നു. പിന്നെ സെമീർ അതേപോലെ ഡെയർസ് ഉള്ള ഒരു ജങ്ക കൊണ്ടുവന്നു ഇതിലേക്ക്. അങ്ങനെ ഇവര് വൺ ഹാപ്പി. കാരണം ഇവര് ഹോസ്റ്റ് ചെയ്യുന്ന പാർട്ടിക്ക് നമ്മൾ ഇത്രയും എഫേർട്ട്, ഇവരെക്കാളും എഫേർട്ടൊക്കെ ഇടുന്ന പോലെ ഇട്ടപ്പോ ഇവര് നമ്മളവിടെ വൈബ് ക്രിയേറ്റ് ചെയ്തു. അതെ, പിന്നെ ആ റീല് ഞങ്ങള് എന്റെയും സയാന്റെയും പേഴ്സണൽ പ്രൊഫൈലിൽ ഞങ്ങൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഔട്ട്ഫിറ്റ് ഒക്കെ നിങ്ങൾക്ക് വെറുതെ ചെക്ക്ഔട്ട് ചെയ്യാവുന്നതാണ്. അതെ, ഓപ്പർച്യൂണിറ്റിനെ കുറിച്ച് ഞാൻ പറയുന്നതുകൊണ്ട് ഒരു സംഭവം കൂടി ഞാൻ പറയാം. ഞാൻ അതേപോലെ ഒരു ദിവസം റാൻഡംലി ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു സ്ക്വയർ ഉണ്ട്, വാട്ടർലൂ സ്ക്വയർ. അവിടെ പോയപ്പോൾ ഈ കോളേജൊക്കെ സ്റ്റാർട്ടായ ഒരു ടൈം ആയതുകൊണ്ട് ഈ കോളേജിൻ്റെ എന്തോ ഒരു ഇവൻ്റ് അവിടെ നടക്കുന്നുണ്ട്. യൂണിവേഴ്സിറ്റി ഓഫ് വാട്ടർലൂ, യൂണിവേഴ്സിറ്റി ഓഫ് ലോറിയറിൻ്റെ ഒരു ഇവൻ്റാണ്. അപ്പോൾ അവിടെ എന്താ നടക്കുന്നതെന്ന് വെച്ചാൽ കുറേ സ്റ്റോളുണ്ട്. ഈ ഹെയർ സലൂണിൻ്റെ സ്റ്റോള്, കുറേ ബുക്സിൻ്റെ സ്റ്റോള്, അത് ഇത്. അപ്പോൾ അവരുടെ സ്റ്റോൾ ഇട്ടിട്ട് കുറേ ഫ്രീ സാമ്പിൾസും സംഭവങ്ങളും പിള്ളേരെ പിടിക്കാനുള്ള ഓരോ സംഭവങ്ങൾ. അതിലൊരു സ്ഥലത്ത് അവരുടെ സ്റ്റോളൊന്നല്ല, ജസ്റ്റ് ഒരു ടേബിള്, 2 ചെയറിൽ ഇങ്ങോട്ട് അവിടെ ഒരു കളറിങ് ബുക്ക് വെച്ചാണ്. പിന്നെ ഒരു ഹോൾഡറിൽ കുറേ സ്കെച്ച് പെന്ന്, കളർ പെൻസില്, മാർക്കേഴ്സ് അതൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പൊ സംഭവം എന്താന്ന് വെച്ചാല് ജസ്റ്റ് 2 ആൾക്ക് അപ്പുറം ഇപ്പുറം വന്നിരുന്നിട്ട് കളറിങ് പേജിലെ ഒരു പേജ് എടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള കളർ ചെയ്യാം, അത്രേ ഉള്ളൂ. അപ്പൊ ഞാനിത് കണ്ടപ്പോൾ സംഭവം അടിപൊളിയായി. പക്ഷെ ഞാൻ അവിടെ ഒറ്റക്കാണ്. അപ്പൊ എനിക്കാണ് ഒരു ലൂസറിന്റെ പോലെ അവിടെ ഒറ്റയ്ക്ക് ഇരുന്ന് ഇങ്ങനെ കളർ ചെയ്യാൻ താല്പര്യമില്ല. ഇത്രയും വലിയ പരിപാടി നടക്കുമ്പോൾ ഞാനൊരു മൂലക്കൽ ഒരു ടേബിളിൽ പോയിട്ട് ഇങ്ങനെ ദാവൊക്കെ പുറത്തിട്ട് കളർ ചെയ്യണ എന്തോ ഒരു ലൂസർ ഫ്രണ്ട്സ് ഇല്ലേ. അതെ, ഇത് ലൂസർ പരിപാടിയല്ലേ. അപ്പൊ ഞാൻ വിചാരിച്ച് ഇതേപോലെ ഓപ്പർച്യൂണിറ്റി നമുക്ക് ആരോടെയും സംസാരിക്കാനുള്ളതല്ലേ. അപ്പൊ ഞാനിങ്ങനെ ഇങ്ങനെ നടക്കുമ്പോണ്ട് ഒരു സൈഡില് ഇതേപോലെ ഒരു ക്യൂട്ട് പെൺകുട്ടി ഇരിക്കുന്നു. ഇവള് കൂടെയാണെങ്കിൽ ഫ്രണ്ട്സോ കാര്യമൊന്നുമില്ല, ഇവള് ഒറ്റക്കാന്ന്
പറഞ്ഞു. ഒറ്റക്ക് അതൊക്കെ മനസ്സിലായി. അതേപോലെ ഇവള് ഫോണിൽ ഇങ്ങനെ കളിക്കാം. അപ്പൊ ഇത്രയും വലിയൊരു ഇവന്റിന്റെ ഇടയിൽ ഒരു സൈഡിൽ പോയിരുന്ന് ഫോൺ വെറുതെ സ്ക്രോൾ ചെയ്യണമെങ്കിൽ അപ്പൊ ഞാൻ ഇങ്ങനെ ഇവളോട് പോയാണ്ട് ഹേയ് ഞാൻ ജസ്റ്റ് ഈ ഇവന്റ് അറ്റൻഡ് ചെയ്യാൻ വന്നാണ്, അപ്പൊ അവിടെ ഒരു കളറിംഗ് ബുക്ക് ഉണ്ട്, പക്ഷെ എന്റെ കൂടെ ആരുമില്ല, നിനക്ക് എന്റെ അക്കമ്പനി ചെയ്യണോ കളർ ചെയ്യാന്ന് വെച്ചു. അപ്പൊ ഇവളിങ്ങനെ ആലോചിച്ചിട്ട് എനിക്കറിയാം ഇവള് ഒരു 90% യെസ്സേ പറയുള്ളൂ. കാരണം അവള് ബോർഡായി ഇങ്ങനെ ഞാൻ പറഞ്ഞില്ലേ യൂസറായി സ്ക്രോൾ ചെയ്തോണ്ട് ഇത്രയും ആൾക്കാർ ഇവിടെ ഉണ്ടായിട്ട്. അപ്പം ഇവള് ഓക്കെ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഇവള് വന്ന് നമ്മളിങ്ങോട്ട് ഉള്ളതിൽ ഏറ്റവും ഒരു ചെറിയ ഇമേജ് എടുത്തേ. കാരണം എന്റെ കയ്യിൽ 20 മിനിറ്റ് ഉള്ളൂ, അത് കഴിഞ്ഞ് എനിക്ക് വേറൊരു സ്ഥലം പോകണം. അപ്പൊ അപ്പൊ ഈ 20 മിനിറ്റില് ജസ്റ്റ് ഒരു ആക്ടിവിറ്റി, ഒരു സൈഡ് ക്വസ്റ്റ് എന്നുള്ള രീതിയിലാണ് സൈഡ് മിഷൻ എന്നൊക്കെയുള്ള രീതിയിലാണ് ഞാൻ അത് കാണുന്നത്. അപ്പൊ അങ്ങനെ നമ്മള് കളർ ചെയ്യാൻ തുടങ്ങി. അപ്പൊ ഞാൻ ഇവളോട് ഈ എവിടുന്നാണ്, ഏതാ കോഴ്സ്, അങ്ങനെ ഇങ്ങനെ ചോദിക്കുന്നു. അപ്പൊ കളറിങ് നടക്കുന്നുണ്ട്, പക്ഷെ അതിന്റെ ഇടയിൽ നമ്മൾ ഇങ്ങനെ സംസാരിക്കുന്നു. ഇങ്ങോട്ട് ഒരു 20 മിനിറ്റ് കഴിഞ്ഞപ്പോ ഞാന് ഐ ഹാവ് ടു ഗോ എന്നൊക്കെ പറഞ്ഞപ്പോ ഇവള് യു നീഡ് ടു ഗോ, അങ്ങനെ ഒന്നുമില്ല. എന്റെ ഒരു സമാധാനത്തിന് പറഞ്ഞതാ. ഞാന് ഇവളോട് പറഞ്ഞ് ഇനി എനിക്ക് 6 o'clock ആകുമ്പോ തല പോലും പൊക്കിയില്ല. ഓക്കെ ഇവള് ഇങ്ങനെ ഇതാവുമ്പോ മറ്റേ ഗജനിയിലൊക്കെ അതിൽ പോവാണ്ടിരുന്നപ്പോ വിരലോണ്ട് അങ്ങനെ ഞാൻ പറഞ്ഞു. അപ്പൊ ഇവളും തന്നെ ഓക്കെ എന്നൊക്കെ പറഞ്ഞാണ്ട് അത് അതേപോലെ നൈസ് കോൺവെർസേഷൻ. പക്ഷെ എനിക്ക് വേണമെങ്കിൽ അത് ഇൻസ്റ്റയിലോട്ടൊക്കെ ടേക്ക് ഡൗൺ ചെയ്യായിരുന്നു. പക്ഷെ ഞാൻ പിന്നെ ഇത് ഇവിടെയാണ് ഇതിന്റെ പൂർണ്ണത, ഈ ഒരു സ്റ്റോറിന്റെ എൻഡിങ് ഇത് മതി ഇൻസ്റ്റൊക്കെ എടുത്ത പോഡ്കാസ്റ്റ് പറയുമ്പോ അതെ അങ്ങനെ അപ്പം ഇതും ഇതേപോലെ ഒക്കെ ഓപ്പർച്യൂണിറ്റീസ് ആണ്. നിങ്ങൾ എവിടെ പോയാലും നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റീസ് വളരെ ഉണ്ട്. പക്ഷെ എന്തേലും പറയാൻ വന്നു പക്ഷെ ഞാൻ ശ്രദ്ധിച്ച വേറൊരു കാര്യം എന്താന്ന് വെച്ചാല് ഇവിടെ എന്നല്ല, ഇനി വേറെ ഉള്ളിടത്ത് എനിക്കറിയില്ല. ഞാൻ ഇപ്പൊ കാനഡയിൽ മാത്രമല്ല വന്നിട്ടുള്ളൂ. അപ്പൊ ഇവിടെ ഉള്ള ഈ വൈറ്റ്സ് അല്ലെ ബാക്കിയുള്ള എത്നിസിറ്റീസിലുള്ള ആൾക്കാര് ദേ ആർ ഓപ്പൺ ടു ടോക്ക് ടു പീപ്പിൾ. അതായത് ഇപ്പൊ ഞാൻ അതേപോലെ പോയി സംസാരിച്ചാല് ആ പെൺകുട്ടി ഒരിക്കലും ഇങ്ങനെ ശിവ എന്ത് ക്രീപ്പാണ്, ഇവ എന്തിനാ എന്നോട് ഇങ്ങനെ വന്ന് ചോദിക്കണേ, ആ ഒരു മൈൻഡ് സെറ്റിലല്ല ആ കുട്ടി ആലോചിച്ച തന്നെ. അവരിതേപോലെ ഇവനൊരു ഇവന്റിൽ ഹി ജസ്റ്റ് കെയിം ആൻഡ് ആസ്ക്ഡ് ഓക്കെ നൈസ് തിങ്. പക്ഷെ നാട്ടില് അല്ലെങ്കിൽ ഇന്ത്യൻ ഗേൾസിന്റെ ഞാൻ പ്രത്യേകിച്ച് കണ്ടിട്ടുണ്ട്, നാട്ടിൽ ഇത് പ്രത്യേകിച്ചുണ്ട്. ഒരു ആൺകുട്ടി ഒറ്റയ്ക്ക് വന്ന ഒരു പെൺകുട്ടീനെ അപ്രോച്ച് ചെയ്ത് എന്തെങ്കിലുമൊക്കെ ചോദിച്ചാല് ഒരു 80% ഒക്കെ ആ ഒരു പെൺകുട്ടി എന്ത് ക്രീപ്പാണ് അല്ലെ, ഹി വോണ്ട്സ് മീ, ആ ഒരു മൈൻഡിൽ വരെ സംസാരിച്ചിട്ടില്ല എനിക്ക് താല്പര്യമില്ല, കുറെ ക്രീപ്സിനായിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടായതുകൊണ്ടാവാം. മേ ബി അത് ഞാൻ ആ ആംഗിൾ ആലോചിച്ചിട്ടില്ല. അല്ല അതും ശരിയാണ്. കാരണം ഒരു 10 മോശം ഫുഡ് ഒരു റെസ്റ്റോറന്റിൽ കിട്ടിയ 11ാമത്തെ റെസ്റ്റോറന്റിൽ നമ്മൾ മോശം ഫുഡ് എക്സ്പെക്ട് ചെയ്യുള്ളൂ. അതെ, നീ നിന്റെ POVയിൽ ആലോചിക്കുമ്പോ ഞാനൊരു ക്രീപ്പ് അല്ലല്ലോ, പിന്നെന്താ ഇവരിങ്ങനെ ചിന്തിക്കുന്നതെന്ന് വിചാരിക്കാം. പക്ഷെ ഇവര് എത്രയോ ക്രീപ്സിനെ കണ്ടിട്ടാണ് ഇവർക്ക് എക്സ്പീരിയൻസ്. പലരും അപ്രോച്ചും ഭയങ്കര ക്രീപ്പി അപ്രോച്ച് ആവുമ്പോ എല്ലാരും അപ്രോച്ചും അത് ക്രീപ്പി ആയി തോന്നാം. സോറി ഗേൾസ്. സമീറിന്റെ ആ ഒരു കറക്റ്റ് ചെയ്യാനുള്ള ഒരു മൈൻഡില് അങ്ങനെ ഓരോരോ ഓപ്പർച്യൂണിറ്റി. അതേപോലെ ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് നീ ഒരു എയർ ഷോക്ക് പോയില്ല ഇപ്പൊ അടുത്ത്? എയർ ഷോ ഒരു ഓപ്പർച്യൂണിറ്റി അല്ല, അത് എയർ ഷോ കാണാൻ പോയതാ. അതെ, അവിടെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായി. സൗദിയില് നാട്ടില് കുറെ എയർ ഷോ നടക്കലുണ്ട് ഞാൻ കേട്ടിട്ടുണ്ട്. ഈ നോർത്ത് ഇന്ത്യൻ മറ്റു ബോർഡേഴ്സിൽ അവിടെയും ഇവിടെയൊക്കെ ആയിട്ടൊക്കെ, ഇൻഡിപെൻഡൻസ് ഡേ, റിപ്പബ്ലിക് ഡേ ഒക്കെ. അത് എനിക്ക് പോകാൻ പറ്റിയില്ല. സൗദിയിലെ എയർ ഷോ ഞങ്ങളുള്ള ടൈമിൽ ഉണ്ടായിരുന്നു എന്ന് എനിക്ക് അറിയില്ല. സൗദിയിലും പറ്റിയിട്ടില്ല. കോർണേഷനിലൊന്നാണെങ്കിൽ എന്തായാലും പറ്റിയിട്ടുണ്ടാവില്ല. കാരണം അങ്ങോട്ട് പോണ തിരക്ക് അതൊക്കെ ആലോചിച്ചിട്ട് എന്റെ പാരന്റ്സ് ഡ്രോപ്പ് ചെയ്യാനാ ചാൻസ്. എന്റെ പാരന്റ്സ് അതന്നെ പറയാ, അവിടെ ഭയങ്കര ട്രാഫിക്കാണ്, അങ്ങോട്ട് പോണോ. പിന്നെ വീട്ടിലിരുന്ന് എയർ ഷോ കാണാൻ പറ്റുമോ? അപ്പൻ്റെ ഒരു മനുഷ്യൻ. അങ്ങനെ ഇവിടെ ടൊറോണ്ടോയില് അങ്ങനെ ഇവിടെ ടൊറോണ്ടോയില്
അങ്ങനെ അവിടെ ടൊറോണ്ടോയിൽ മറ്റൊരു ഇവന്റ് വന്നു ഇതേപോലെ എയർ ഷോ ഉള്ള. അപ്പൊ ഞാൻ എന്റെ ഫ്രണ്ട്സ് ഒക്കെ ഇതേപോലെ നമുക്ക് പോയോക്കാന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ പോയി. അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇങ്ങനെ ആകാശത്ത് കുറെ ഫൈറ്റർ ജെറ്റ്സ് ഇങ്ങനെ കളറൊക്കെ ഇതാക്കി പാറ്റേൺസ് ഒക്കെ ഉണ്ടാക്കി, കുറെ ഷിയർ ഹാർഡ് വർക്ക് ആൻഡ് പേഷ്യൻസ്. കഴിഞ്ഞ ദിവസം എൻ്റെ ഷോപ്പിൽ എൻ്റെ വേൾഡ് ഫുഡ് മാർക്കറ്റിന്റെ അകത്ത് ഒരു ഞങ്ങളുടെ ഒരു സെക്യൂരിറ്റി ഉണ്ട്, ശക്തി എന്നാ അവന്റെ പേര്. ക്യൂട്ടി സെമീർ പ്രാവശ്യം ഞങ്ങൾ അങ്ങോട്ട് വന്നിട്ട് സെമീർ ഏത് ഈ ക്യൂട്ടി സെക്യൂരിറ്റി എന്ന് പറഞ്ഞു. ചെറിയ മുഖത്തൊക്കെ ഒക്കെ തീരെ പ്രായമില്ല, ചെറിയൊരു പക്ഷെ നല്ല സൈസ് ഒക്കെ നല്ല വലുപ്പുണ്ട്, ഹൈറ്റ് ഉണ്ട്, പക്ഷെ കുട്ടിത്തം മാറാത്ത മുഖമാണ്. ശക്തി എന്ന് അവന്റെ പേര്. പേരും ഇവനും ഒരു ബന്ധമില്ല. അപ്പോ ഇവന് കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ വർക്ക് കഴിഞ്ഞിട്ട് പോവാണ്. അപ്പൊ ഇവൻ സെക്യൂരിറ്റിയാ. അപ്പൊ ഇവന്റെ ഫോൺ ഇങ്ങനെ യൂസ് ചെയ്യണ ഞാൻ കണ്ടു. അപ്പൊ ഇവന് ഊബറിൽ ഇങ്ങനെ നോക്കാണ് റൈഡ്സ് ഇങ്ങനെ. അപ്പം ഞാൻ പോഡ്കാസ്റ്റ് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഒരു ഫേവറേറ്റ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ആൾക്കാരെ ഒരു സ്ഥലം വരെ ഡ്രോപ്പ് ചെയ്യലാണ്. അത് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഏഞ്ചലിനെ ബാരി വരെ ഡ്രോപ്പ് ചെയ്യാൻ പറ്റൂല. ഏഞ്ചലിനെ എത്ര പ്രാവശ്യം ബാരിയിൽ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്? ഞാൻ 2-3 പ്രാവശ്യം ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അപ്പൊ ഇവനെ എനിക്ക് ഡ്രോപ്പ് ചെയ്യലാണ് ഇഷ്ടം. പിന്നെ എന്താണ് കാരണം എന്താന്ന് വെച്ചാൽ ഞാൻ ഇവിടെ കാനഡയിൽ ജോലി ചെയ്തിരുന്ന സമയത്ത് ഞാൻ 3 വർഷം എനിക്ക് കാറില്ലായിരുന്നു. അപ്പൊ ഞാൻ കുറെ ആഗ്രഹിച്ചിട്ടുണ്ട് ആരെങ്കിലും എന്നൊക്കെ ഡ്രോപ്പ് ചെയ്തിരുന്നെങ്കിൽ, പക്ഷെ ആരും ചെയ്തില്ലായിരുന്നു. അപ്പൊ ഞാൻ എനിക്ക് കിട്ടാത്ത ആ ഒരു ഫേവർ ഞാൻ മറ്റുള്ളവർക്ക് കൊടുക്കുകയാണ്, ആ ഒരു സന്തോഷം, പ്രിവിലേജ് ഞാൻ കൊടുക്കുകയാണ്. അപ്പോൾ ഇവനിങ്ങനെ നോക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഇവനോട് ചോദിച്ചു, ശക്തി ഹൗ ആർ യു ഗോയിങ് എന്ന് ചോദിച്ചു. അപ്പോൾ ഇവൻ പറഞ്ഞു, അപ്പോൾ ഇവൻ അങ്ങനെ നോക്കിയിട്ട് പറഞ്ഞേ, ബ്രോ ക്യാൻ യു ഡ്രോപ്പ് മീ അറ്റ് ദ ബസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞേ. അപ്പൊ ഞാൻ പറഞ്ഞേ ഞാൻ ഡ്രോപ്പ് ചെയ്യാതെ. അപ്പൊ എന്റെ കണ്ണൊക്കെ ഇങ്ങനെ പ്രകാശിച്ചു. ഞാൻ പറഞ്ഞു നീ എന്നെ ഡ്രോപ്പ് ചെയ്യാം? അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ഡ്രോപ്പ് ചെയ്യാം. അപ്പൊ പറഞ്ഞു എനിക്ക് ഈ മാർക്കറ്റിൽ എല്ലാരും ഇറങ്ങാതെ, ഞാൻ സെക്യൂരിറ്റി അല്ലേ, എനിക്ക് ഇറങ്ങാൻ പറ്റൂല. അപ്പൊ ഞാൻ പറഞ്ഞു അന്നൊരു കാര്യം ചെയ്യ്, നീ ഇവിടെ വെയിറ്റ് ചെയ്യും, ഞാൻ പോയി കാറ് പാർക്കിങ്ങിന്ന് ഇറക്കി കൊണ്ടുവന്നിട്ട് നിന്നെ പിക്ക് ചെയ്യാൻ വരാന്ന് പറഞ്ഞു. അപ്പൊ ഒത്തിരി ഇത് കഴിയുമല്ലോ. അപ്പൊ പിന്നെ ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെ ഓക്കെ എന്നിട്ട് അതുവഴി ചെയ്യാൻ പോയി. അങ്ങനെ ഞാൻ കാറ് അങ്ങനെ പാർക്കിംഗ് സ്പോട്ട് വരെ നടന്നു. പാർക്കിങ്ങിന് അങ്ങോട്ട് പോയി, അണ്ടർഗ്രൗണ്ട് ആണ് പാർക്കിംഗ്. അവിടെ പോയി വണ്ടി സ്റ്റാർട്ടാക്കി. എന്നിട്ട് ഇങ്ങനെ പാർക്കിങ്ങിൽ നിന്ന് ഇറങ്ങി ഞാൻ അങ്ങനെ വീട്ടിൽ പോയി. ശരിക്കും ഞാന് മസിൽ മെമ്മറി എന്നും പോകുന്ന പോലെ ഞാനവിടെ ബുദ്ധി പോലെ ഞാൻ കാറ് കയറിയതും എന്നുള്ള പോലെ കാറ് കയറിയതും ഞാൻ ഒരു പോഡ്കാസ്റ്റ് ഇട്ടു. പോഡ്കാസ്റ്റ് കേട്ട് ഞാനങ്ങനെ പോയി. എന്നിട്ട് ഞാൻ എന്റെ വീട്ടിൽ ഒരു 1/2 മണിക്കൂർ ദൂരമുണ്ട്. 1/2 മണിക്കൂർ ദൂരം ഞാൻ യാത്ര ചെയ്ത് ഒരു 5 മിനിറ്റും കൂടെ ഉള്ളു വീട്ടിൽ എത്താന്. അപ്പണ്ട് ഒരു കോള്. അപ്പൊ ഞാൻ സമയം രാത്രി 1 മണി ആയിക്കണേ. അപ്പൊ അൺനോൺ നമ്പറാ, ഞാന് സേവ് ചെയ്തിട്ടില്ല ഈ നമ്പർ. അപ്പൊ ഞാൻ ആരെ രാത്രി 1 മണിക്ക് വിളിക്കണേ, ആൻസർ ചെയ്യാൻ പാടില്ല. പിന്നെ ഞാൻ ഫ്രീ ആയതുകൊണ്ട് എടുക്കാം. ഞാൻ ഫോൺ ആൻസർ ചെയ്തപ്പോ ബ്രോ ക്രേസി ഗോപാലന്റെ പോലെ ആ പോയ വണ്ടി തിരിച്ചു ബ്രോ എന്ന് പറഞ്ഞേ. ആ ബ്രോ എനിക്ക് ഇവനാന്ന് മനസ്സിലായി. അപ്പോഴാണ് ഞാൻ റിയലൈസ് ചെയ്തത്. ഞാൻ അവനോട് പറഞ്ഞു, ബ്രോ ഞാനേ മറന്നടാ, ഞാന് സോറി. ഞാൻ അവനോട് കുറേ സോറി പറഞ്ഞേ. അപ്പൊ തന്നെ ഇറ്റ്സ് ഓക്കെ ഐ ജസ്റ്റ് ഗോ എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ഇവന് മറ്റേ ഉറങ്ങുന്ന ആളെ വിളിച്ചോണ്ട് ഞാൻ എന്നിട്ട് എങ്ങനെയാണ് പിറ്റേന്ന് കണ്ടത്? എന്നിട്ട്
ഞാനാണെങ്കിൽ ഞാൻ ആലോചിച്ച് മനസ്സിലായി തിരിച്ചു പോയി ഇവരെ കൊണ്ട്. പക്ഷെ 25 മിനിറ്റ് അങ്ങോട്ട് പിന്നെ ഒരു അരമണിക്കൂർ ഇങ്ങോട്ട്, പിന്നെ വർക്കും കഴിഞ്ഞ് പോവാണ്. അതെ, ഞാനും ഇതേപോലെ 12 മണിക്കൂർ 13 മണിക്കൂർ ജോലി കഴിഞ്ഞിട്ടാ പോന്നെ. അപ്പൊ എനിക്ക് ഭയങ്കര ബാഡായി. ഞാൻ എന്ത് കാണിച്ചു, ഏതൊരു ചോയ്സ് ഇല്ല, അങ്ങനെ വീട്ടിൽ പോയി. പിറ്റേ ദിവസം ഇതേപോലെ ഞാൻ വർക്കിന് പോയപ്പോ ഇവിടെ ഉണ്ട്. അപ്പൊ ഞാൻ അവനെ കണ്ടിട്ട് ഞാനോട് പറഞ്ഞ, എടാ സോറിടാ, ഞാൻ ഇങ്ങനെ മസ്റ്റ് മെമ്മറി ഞാൻ മറന്നുപോയി എന്നൊക്കെ. അപ്പൊ ഇവൻ ഇറ്റ്സ് ഓക്കെ, നോ 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 പ്രോബ്ലം. അപ്പൊ ഞാൻ സോറി മാൻ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഇവന് നോ ഇറ്റ്സ് ഓക്കെ. എന്നിട്ട് ഇവൻ പറഞ്ഞു one time it happened with your brother also. എന്റെ മോനെ മദാരി ബ്രദേഴ്സ്. അപ്പൊ ഒരു പ്രാവശ്യം സഹീനും ഇതേപോലെ ഡ്രോപ്പ് ചെയ്യാന്ന് പറഞ്ഞിട്ട് മറന്നു പോയണത്ര. എന്നിട്ട് എന്താ പിറ്റേ ദിവസം ഞാൻ അവനെ ഡ്രോപ്പ് ചെയ്തു. ആർക്കും ഇതേപോലെ ഹോപ്സ് ചെറുക്കന്റെ ഫേസ് ഒക്കെ അങ്ങ് എൻലൈറ്റഡായി പറഞ്ഞതാ. ഞാൻ അവനോട് പറയാടാ, ഞാൻ സോറിയുടെ അറിഞ്ഞോണ്ടല്ല, മാപ്പാക്കണം. അപ്പൊ അതിന്റെ പ്രശ്നമില്ല എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് ഞാൻ അവനോട് എന്നിട്ട് ആ ദിവസം ഞാൻ ഇവനെ വീട്ടിൽ ഡ്രോപ്പ് ആക്കി കൊടുത്ത്, അല്ല ബസ് അവൻ്റെ ട്രെയിൻ സ്റ്റേഷൻ ഉണ്ട് 25 മിനിറ്റ്, അവിടെ ഞാൻ ഡ്രോപ്പ് ആക്കി കൊടുത്ത് വരാം. എന്നിട്ട് ഞാൻ പിന്നെ വിട്ടു. പാവം പയ്യൻ. അങ്ങനെ ഇത്രയും കഥകൾ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഈ ഒരു എപ്പിസോഡ് ഇവിടെ നിർത്തുകയാണ് ഗൈസ്. സോ ഇനിയും അടിപൊളി എപ്പിസോഡ്സ് ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. So this is your favorite host Samir Roshan and Zayan Zakir. Peace out.